ചേച്ചി ഇതില്ലേ എന്ന് പറയുന്ന ടോപ്പിക് ആണ്. ഓക്കെ, ഹലോ എവരി വൺ. അപ്പൊ നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ എന്ന് പറയുന്ന ടെക്സ്റ്റ് ആണ്. BSOC 110 അതിന്റെ കോഡ്. അപ്പോൾ നമ്മൾ ഇതുവരെ പറഞ്ഞത് സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷന് പലതരത്തിലുള്ള ഘടകങ്ങളുണ്ട്. സെക്സും അതുപോലെ തന്നെ ഏജും ഒക്കെ സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ അല്ലെങ്കിൽ സാമൂഹിക വർഗീകരണത്തിന്റെ പല ഘടകങ്ങളായിട്ട് വർത്തിക്കുന്നു എന്ന് നമ്മൾ പറഞ്ഞു. പിന്നെ അതുപോലെ തന്നെ ബേസിസ് ഓഫ് സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ, പലതരത്തിലുള്ള ബേസിസ് ഉണ്ടെന്നുള്ള കാര്യവും നമ്മൾ പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ അത് പ്രധാനപ്പെട്ടതാണ്, കാരണം എപ്പോഴും എക്സാംസിന് വന്ന് കണ്ടിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. നമ്മുടെ കാസ്റ്റ് സിസ്റ്റം, അതുപോലെ തന്നെ ഏജ് സെറ്റ് സിസ്റ്റംസ്, സ്ലേവ് സിസ്റ്റം എന്നൊക്കെ പറയുന്നത് ഈ സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷന്റെ ഭാഗമായിട്ട് വരുന്ന കാര്യങ്ങളാണ് കേട്ടോ. അതായത് അടിമത്ത വ്യവസ്ഥ. പിന്നെ എസ്റ്റേറ്റ് സിസ്റ്റം, നമുക്ക് 3 തരത്തിലുള്ള എസ്റ്റേറ്റുകൾ ഉണ്ടായിരുന്നു എന്നൊക്കെ നമുക്കറിയാം. പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിലല്ല, യൂറോപ്യൻ കൺട്രീസിൽ എസ്റ്റേറ്റ് സിസ്റ്റം ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പൊ ഫ്യൂഡൽ സിസ്റ്റം, അതുപോലെ തന്നെ അങ്ങനെ തൊഴിലാളി വർഗ്ഗങ്ങള്, അതുപോലെ തന്നെ വർക്കിംഗ് ക്ലാസ്സസ്, അങ്ങനെയുള്ള രീതിയിലുള്ള പലതരത്തിലുള്ള സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ യൂറോപ്യൻ കൺട്രീസിലൊക്കെ നിലനിന്നിരുന്നു. അതുപോലെ തന്നെ റേസ് ആൻഡ് എത്നിസിറ്റിനെ കുറിച്ചൊക്കെ നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. അതിനുശേഷം വന്നതാണ് ബേസിസ് ഏതൊക്കെയാണെന്നുള്ളതും. അതും പ്രധാനപ്പെട്ടതാണ്, കാരണം പല എക്സാംസിനും നമുക്ക് പ്രധാനമായിട്ട് ചോദിച്ചു കണ്ടിട്ടുള്ളതാണ് ഡയമെൻഷൻസ് ഓർ ബേസിസ് ഓഫ് സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ. അതിൻ്റെ അകത്ത് വരുന്നത്, നമ്മുടെ ബേസിസ് ഓഫ് സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷനിൽ വരുന്നത് ക്ലാസ് ഒരു കാര്യമാണ്, പിന്നെ പവർ, അതുപോലെ തന്നെ സ്റ്റാറ്റസ്. ഈ 3 കാര്യങ്ങളും നമ്മുടെ ബേസിസ് ഓഫ് സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷനിൽ ഉൾപ്പെടുന്നതാണ്. സാമൂഹിക വർഗത്തിന്റെ പ്രധാനപ്പെട്ട അടിസ്ഥാന ഘടകങ്ങളാണ് ഈ 3 കാര്യങ്ങൾ. അതൊന്ന് ഓർത്ത് വെക്കുക. അതിനുശേഷം വരുന്നത് അതർ ബേസിസ് ഓഫ് സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ. അത് കൂടാതെ, ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ കൂടാതെ മറ്റെന്തൊക്കെ കാര്യങ്ങളാണ് സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷന്റെ ഘടകങ്ങളായിട്ട് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏജ്, അതുപോലെ തന്നെ റേസ്, എത്നിസിറ്റി, അതുപോലെ തന്നെ സെക്സ് എന്ന് പറയുന്നത് നമ്മുടെ ലിംഗം, ആൺകുട്ടികൾ പെൺകുട്ടികൾ, ആ രീതിയിലുള്ള ലിംഗങ്ങളും ലിംഗവ്യത്യാസങ്ങളും നമ്മുടെ ഒരു സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷനിൽ ഭാഗമായിട്ട് ഉണ്ടാവുന്നതാണ്. ഓക്കെ, അത്രയും കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. നമുക്കിനി മാക്സിയൻ അപ്രോച്ചിലേക്കാണ്, മാക്സിയൻ തിയറിയിലേക്കാണ് പോകേണ്ടത്. അപ്പം കാൾ മാക്സ് എന്ന് പറയുന്ന പ്രശസ്തനായ ഒരു സോഷ്യോളജിസ്റ്റിന്റെ തിയറീസ് ആണ് നമ്മളിവിടെ 3rd ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. അതിനെക്കുറിച്ച് നമ്മൾ കുറച്ച് പറഞ്ഞിരുന്നു. ഡിവിഷൻ ഓഫ് ലേബറിനെ കുറിച്ചൊക്കെ പറഞ്ഞിരുന്നു. മാക്സിയൻ തിയറിയിൽ അദ്ദേഹം പ്രധാനമായിട്ട് 2 ക്ലാസ്സുകളായിട്ടാണ് ഈ സമൂഹത്തെ തിരിച്ചത്. ഒന്നെന്ന് പറയുന്നത് റൂളിംഗ് ക്ലാസ് ആണ്. റൂളിംഗ് ക്ലാസ് എന്ന് പറയുന്നത് നമ്മൾ എന്താണ്, തൊഴിലാളികൾ ഉണ്ടാവും, അതുപോലെ തന്നെ മുതലാളികളും ഉണ്ടാവും അല്ലെ. മുതലാളികളെയും തൊഴിലാളികളുമായിട്ടാണ് അദ്ദേഹം മാർക്സ് ഈ ഒരു സമൂഹത്തെ വിഭജിച്ചിട്ടുള്ളത്. അപ്പോൾ തൊഴിലാളികള് എല്ലാവിധ കഷ്ടപ്പാടുകളും അനുഭവിക്കുന്ന, അല്ലെങ്കിൽ എല്ലാവിധ ചൂഷണങ്ങൾക്കും വിധേയരായിട്ടുള്ള ഒരു വിഭാഗം ആളുകളായിരുന്നു. അതുകൂടാതെ മുതലാളികൾ എന്ന് പറയുന്നത് ഈ ഒരു ഉയർന്ന വിഭാഗത്തിൽപ്പെട്ട ആളുകളെ ഭരിക്കുന്ന ആളുകൾ, അല്ലെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് അവരുടെ എല്ലാവിധ പ്രവർത്തനങ്ങളിലും ഇടപെടുന്ന ഒരു വിഭാഗത്തെയാണ് നമ്മൾ മുതലാളി വർഗമായിട്ട്, റൂളിംഗ് ക്ലാസ് ആയിട്ട് നമ്മൾ കാണുക. അപ്പൊ ഡിവിഷൻ ഓഫ് ലേബർ വന്നത് നമ്മുടെ ആദ്യ കാലഘട്ടങ്ങളിൽ നമ്മൾ എങ്ങനെയുള്ളവരായിരുന്നു, വേട്ടക്കാരായിരുന്നു അല്ലെ. അപ്പൊ ആ വേട്ടക്കാരിൽ നിന്ന് നമുക്ക് വേട്ടയാടി നമുക്ക് മതിയായിട്ടുള്ള ഫുഡ് ലഭിക്കാതെ വന്നപ്പോഴാണ് നമ്മൾ കൂടുതലായിട്ട് കൃഷിയിലേക്ക് കടന്നത്. കൃഷിയിലേക്ക് കടന്നതിന് ശേഷം ഓരോരുത്തർക്കും ആവശ്യമുള്ളതിനേക്കാൾ കൂടുതൽ ഉൽപ്പാദിപ്പിക്കാനായിട്ട് കഴിഞ്ഞപ്പോൾ നമ്മൾ ആവശ്യം കൂടുതലുള്ള ഭക്ഷണം മറ്റു ആളുകൾക്ക് വിതരണം ചെയ്യുകയും അവരിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ വാങ്ങിക്കുകയും ചെയ്തു. അത് ബാർട്ടർ പ്രോസസ്സിന്റെ ഭാഗമായിട്ടാണ് ഡിവിഷൻ ഓഫ് ലേബർ ഒക്കെ വന്നത്. കാരണം എന്താണ്, ആദ്യ കാലഘട്ടങ്ങളിലൊക്കെ, ഇത്തരത്തിൽ വേട്ടയാടുന്ന കാലഘട്ടങ്ങളിലൊക്കെ ഈ ഡിവിഷൻ ഓഫ് ലേബറും മറ്റു കാര്യങ്ങളൊന്നും അധികം ഇല്ലായിരുന്നു. പക്ഷെ ഈ റൂളിംഗ് ക്ലാസ് അല്ലെങ്കിൽ മുതലാളിത്ത വർഗ്ഗങ്ങളൊക്കെ വന്നത് ഈ തരത്തില് ആളുകൾ കുടുംബമായിട്ട് അല്ലെങ്കിൽ ഒരു സമൂഹമായിട്ടൊക്കെ ജീവിക്കാൻ തുടങ്ങിയതിന് ശേഷമാണ്. ഡിവിഷൻ ഓഫ് ലേബർ എന്ന് പറയുന്നത്, ഡിവിഷൻ ഓഫ് ലേബർ അക്കോർഡിംഗ് ടു മാക്സ് ഹാപ്പൻഡ് വിത്ത് വെൻ പീപ്പിൾ diversified their activities. Earlier people were involved in similar activities needed for just survival as food, ക്ലോത്തിങ് ആൻഡ് ഷെൽട്ടർ. അതായത് ഡിവിഷൻ ഓഫ് ലേബർ വന്നത് മാർക്സിന്റെ അഭിപ്രായത്തില് നമ്മുടെ ഒരു പണ്ട് കാലഘട്ടത്തില് ഈ ഒരു നമുക്കൊരു കോമൺ പ്രോസസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അതായത് എല്ലാവരും ഒരേ ജോലി തന്നെയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. കാരണം അവര് കാടുകളിൽ പോകുന്നു, വേട്ടയാടുന്നു, മാനോ അല്ലെങ്കിൽ കരടിയോ എന്തെങ്കിലും സാധനത്തെ പിടിച്ചിട്ട്
പാകം ചെയ്ത് കഴിച്ചിരുന്നു. അപ്പൊ അവരെല്ലാവരും ഒരേ ജോലിയാണ് ചെയ്തിരുന്നത്. ഡിവിഷൻ ഓഫ് ലേബറിന്റെ ഒരു ആവശ്യകത അവിടെ ഇല്ലായിരുന്നു. അവർക്ക് ആവശ്യം എന്തായിരുന്നു? ഒരു ഷെൽട്ടർ, ഷെൽട്ടർ എന്ന് പറയുന്ന ഒരു പാർപ്പിടം അല്ലെങ്കിൽ ഒരു കൂര, ഒരു മേൽക്കൂര, അതും പിന്നെ ഒരു ഫുഡും അതുപോലെ സർവൈവ്, അവർക്ക് ജീവിക്കാൻ ആവശ്യമായ കാര്യങ്ങൾ മാത്രമേ അവർക്ക് വേണ്ടിയിരുന്നുള്ളൂ. പക്ഷെ ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്ക് അങ്ങനെയല്ല. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ വേണം അല്ലെ? പാർപ്പിടം, അതുപോലെ തന്നെ ഫുഡ്, അതുപോലെ കാറ്, ജീപ്പ്, അങ്ങനെയുള്ള പല പല ആവശ്യങ്ങൾ വരുവാ. നമുക്ക് വിദ്യാഭ്യാസം, എല്ലാത്തിനും നമുക്ക് പണം ആവശ്യമാണ്. അതുപോലെ തന്നെ നമ്മുടെ സങ്കീർണമായ സമൂഹമായി മാറിയപ്പോൾ നമുക്ക് അതനുസരിച്ച് നമുക്കൊരു മാൻ പവർ അല്ലെങ്കിൽ മനുഷ്യ മൂലധനം ആവശ്യമായിട്ട് വന്നു. കാരണം പഠിപ്പിക്കാനായിട്ടാണ്, വിദ്യാഭ്യാസത്തിന് വേണ്ടി അധ്യാപകർ ആവശ്യമായിട്ട് വന്നു. അതുപോലെ തന്നെ നമുക്ക് വണ്ടി ഓടിക്കാൻ ഗതാഗത സൗകര്യങ്ങൾ വർദ്ധിപ്പിച്ചപ്പോൾ ഡ്രൈവേഴ്സിന് ആവശ്യമായിട്ട് വന്നു. ബസ്സും കാര്യങ്ങളൊക്കെ ഓടിക്കാനായിട്ട് ഡ്രൈവേഴ്സിന് ആവശ്യമായിട്ട് വന്നു. അതുകൂടാതെ കൃഷിക്കാരെ ആവശ്യമായിട്ട് വന്നു. അതുകൂടാതെ മറ്റ് പല ഫയർഫോഴ്സ്, അതുപോലെ പോലീസ് തുടങ്ങിയ എല്ലാവരെയും നമുക്ക് ഡിവിഷൻ ഓഫ് ലേബറിലൂടെ കണ്ടെത്തേണ്ടി വന്നു. കാരണം ഒരേ ജോലി ചെയ്യുന്നത് നമുക്ക് പ്രായോഗികമല്ലാതെ വന്നപ്പോഴാണ്, ഈ സങ്കീർണമായ കാലഘട്ടത്തിലേക്ക് വന്നപ്പോഴാണ് ഈ ഡിവിഷൻ ഓഫ് ലേബർ ഇത്രത്തോളം പ്രസക്തമായതെന്നാണ് മാക്സ് വെബർ ഇവിടെ പറയുന്നത്. The communities produced more than it needed, leading to the surplus with which they could support people who were not directly involved in the production of engaging in other activities. With the segregation, some people gained control over the mean of production by excluding others. The surplus, which was held by all, come under the control of only some members. That lead to giving rise to the nation of private property. The interest of all people were no longer common. അതായത് ഡിവിഷൻ ഓഫ് ലേബർ വന്നപ്പോൾ തന്നെ നമ്മുടെ എല്ലാ ആളുകളും ഒരുപോലെ മുതലാളിമാരായില്ല, അല്ലെങ്കിൽ എല്ലാ ആളുകൾക്കും ഒരുപോലെ സമർത്ഥമായിട്ട് ആ ഒരു മുൻപന്തിയിൽ എത്താനായിട്ട് സാധിച്ചിട്ടില്ല. അപ്പോൾ നമ്മൾ പുരാതന കാലം തൊട്ട് നോക്കുകയാണെങ്കിൽ നമ്മൾ പശുക്കളെയൊക്കെ മേയിച്ച് നടന്നിരുന്ന, അല്ലെങ്കിൽ പശു കാലി സമ്പത്ത് ഉണ്ടായിരുന്ന ആളുകളെ മുതലാളികളായിട്ട് കണ്ടിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു പണ്ട് കാലഘട്ടത്തിൽ. അപ്പോൾ അവിടെയുള്ള ആളുകൾ അവരുടെ അധികാരം അല്ലെങ്കിൽ അവരുടെ ബലം ഉപയോഗിച്ച് മറ്റാളുകളുടെ കാലി സമ്പത്തും കൊണ്ട് അവരുടെ കൈക്കലാക്കിയിട്ട് ആധിപത്യം സ്ഥാപിച്ചിരുന്നു. അതിനുശേഷമാണ് അവര് ഭൂമി കൈയടക്കി അവിടെ കൃഷി ചെയ്ത് അങ്ങനെ ഒരു രാജാക്കന്മാരായിട്ട് ഉയർന്നു വന്നത്. അതുപോലെ തന്നെയാണ് ഇവിടെയും ഡിവിഷൻ ഓഫ് ലേബർ ഒക്കെ വന്നു കഴിഞ്ഞപ്പോൾ എല്ലാ ആളുകൾക്കും അവിടെ മുൻപന്തിയിൽ എത്താനായിട്ട് സാധിച്ചിട്ടില്ല. കുറച്ച് ആളുകളൊക്കെ മുതലാളിമാരായിട്ട് മാറുകയും മറ്റാളുകളെല്ലാം തൊഴിലാളികളായിട്ട് അവരുടെ കീഴിൽ, മുതലാളിമാരുടെ കീഴിൽ പണിയെടുക്കേണ്ട ഒരു അവസ്ഥയും വന്നു. That lead to giving rise to the nation of private property. ഇതാണ് പ്രൈവറ്റ് പ്രോപ്പർട്ടിയുടെ ഒരു നിലനിൽപ്പിന് അല്ലെങ്കിൽ ഒരു തുടർച്ചയ്ക്ക് കാരണമായത്. The led to giving rise to the nation of private property. The interest of all people were no longer common. Thus, the interest of individuals also become different from the interest of the community. Marx stated the division of labor and private property are definitionally expressions which indicate the contradictions between individual and communal interest. These differences which happen in human society, which are due to the existence of private property, lead to the formation of classes which become the basis of social stratification. Two major groups in the societies included a ruling class and a subject class. അപ്പൊ ഞാൻ ഈ പറഞ്ഞത് തന്നെയാണ് കേട്ടോ ഇവിടെ പറയുന്നത്. ഇതൊരു പ്രധാനപ്പെട്ട പോയിന്റ് ആണ്, ജസ്റ്റ് ഒന്ന് എഴുതി വെച്ചോളാം. നമ്മുടെ കാൾ മാർക്സ് സൊസൈറ്റിയിലുള്ള ആളുകളെ രണ്ട് തരങ്ങളായിട്ടുണ്ട്, 2 മേജർ ഗ്രൂപ്പ്സ് ആയിട്ടാണ് അവരെ തരംതിരിച്ചത്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് റൂളിംഗ് ക്ലാസ് ആണ്, റൂളിംഗ് ക്ലാസ്. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് സബ്ജക്ട് ക്ലാസ് ആണ്. അതായത് റൂളിംഗ് ക്ലാസ് എന്ന് പറയുന്നത് നിയമങ്ങൾ കൈകാര്യം ചെയ്യുന്ന അല്ലെങ്കിൽ മുതലാളിത്ത വർഗത്തെ ആയിട്ട് നമുക്ക് സൂചിപ്പിക്കാം. രണ്ടാമത്തേന്ന് പറയുന്നത് സബ്ജക്ട് ക്ലാസ് എന്ന് പറയുന്നത് വിഷയ സമൂഹം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ വിഷയ ഗ്രൂപ്പ് എന്ന് പറയുന്നത് അതൊരു തൊഴിലാളി വർഗമായിട്ടാണ് കണക്കാക്കാൻ സാധിക്കുക. അപ്പൊ ഈ രണ്ട് വിഭാഗങ്ങളായിട്ടാണ് നമ്മുടെ കാൾ മാർക്സ് സമൂഹത്തെ തരംതിരിച്ചിരുന്നത്. The ruling class exploits the subject class, which results in the conflict of interest between them. സബ്ജക്ട് ക്ലാസ്സിനെ റൂളിംഗ് ക്ലാസ്, അതായത് മുതലാളിത്ത വർഗം തൊഴിലാളികളെ വളരെയധികം ചൂഷണം ചെയ്തിരുന്നു. അവരുടെ അതായത് മുതലാളി വർഗത്തിന്റെ ആഗ്രഹങ്ങൾക്കനുസരിച്ച് അവര് പെരുമാറാനായിട്ട് നിർബന്ധിതരായിരുന്നു താഴ്ന്ന വർഗത്തിൽപ്പെട്ട തൊഴിലാളികളായിട്ടുള്ള ആളുകൾക്ക്. Various institutions of society, like the legal and political system, religion, etc., were used as instruments by ruling class.
അപ്പോൾ ഈ കാര്യങ്ങൾ ഡിവിഷൻ ഓഫ് ലേബറും അതുപോലെ തന്നെ കാൾ മാർക്സ് ആരാണെന്ന് ഉള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് നമ്മൾ പഠിച്ചിരിക്കണം. ഈ ഡിവിഷൻ ഓഫ് ലേബർ വന്നത് തന്നെ നമ്മുടെ സമൂഹം സങ്കീർണമായതിനു ശേഷമാണ് ഡിവിഷൻ ഓഫ് ലേബർ ഇത്രയും പ്രാധാന്യത്തോടെ നമ്മൾ കാണാൻ തുടങ്ങിയെന്നുള്ള കാര്യം കൂടെ ഒന്ന് ഓർത്ത് വെക്കുക. അതുപോലെ തന്നെ കമ്മ്യൂണിസവും ഒക്കെ വന്നത്, ക്യാപിറ്റലിസം ഒക്കെ വന്നത് ഈ ഒരു ഡിവിഷൻ ഓഫ് ലേബറിനോട് കൂടിയിട്ടാണെന്നുള്ള കാര്യം കൂടെ ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. ഇനി മീനിങ് ഓഫ് ക്ലാസ്. ക്ലാസ് എന്ന് പറയുന്നത് എന്താണ്? ഈ വർഗത്തിന്റെ അർത്ഥം എന്താണെന്നാണ് ഇവിടെ ചോദിക്കുക. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു ക്ലാസ് എന്ന് പറയുന്നത് ഒരു സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ ഒരു ഭാഗമാണ്. ഈ ക്ലാസ് എന്ന് പറയുന്നത് നമുക്ക് ബൈ ബർത്തിൽ ലഭിക്കുന്നതല്ല. നമുക്ക് വേണമെങ്കിൽ അത് ഒരു ക്ലാസ്സിലേക്ക് നമുക്ക് ഈസി ആയിട്ട് കടന്നു കയറാനായിട്ട് സാധിക്കും. കാരണം എന്താണ്? നമ്മുടെ സ്റ്റാറ്റസും അതുപോലെ തന്നെ കുടുംബ പാരമ്പര്യവും അല്ലെങ്കിൽ നമ്മുടെ അധ്വാനവും നമ്മുടെ വിദ്യാഭ്യാസവും ഒക്കെ നമ്മളെ മറ്റൊരു ക്ലാസ്സിലേക്ക് എത്തിക്കാനായിട്ട് സഹായിക്കുന്ന കുറച്ച് ഘടകങ്ങളാണ്. ഇപ്പോഴും നമുക്കറിയാം നമ്മുടെ പല ആളുകളും, അതായത് IAS IPS ഓഫീസേഴ്സ് ഒക്കെ പലരും താഴ്ന്ന വിഭാഗങ്ങളിൽ OBC ST SC വിഭാഗങ്ങളിൽ നിന്ന് വരുന്ന ആളുകളുണ്ടാവും. അപ്പൊ അങ്ങനെയുള്ള ആളുകൾക്ക് പെട്ടെന്ന് സമൂഹത്തിൽ ഉയർന്ന ഒരു സ്ഥലത്തിലേക്ക് അല്ലെങ്കിൽ ക്ലാസ്സിലേക്ക് മാറാനായിട്ട് സാധിക്കും. കാരണം എന്താണ്? അവരുടെ വിദ്യാഭ്യാസം കൊണ്ട്. അതുകൊണ്ട് ക്ലാസ് എന്ന് പറയുന്നത് നമുക്ക് ബൈ ബർത്ത് ലഭിക്കുന്ന ഒരു പദവിയല്ല. നമ്മൾ എടുക്കുന്നതാണ്, നമ്മൾ അധ്വാനിച്ച് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നതാണ് ക്ലാസ് എന്ന് പറയുന്ന പദവി. അതും കൂടെ ഒന്ന് ഓർത്തിരിക്കാം. Max defines a class as a social group whose members share the same relationship to the forces of production. അതൊന്ന് ഓർത്ത് വെക്കാം. ക്ലാസ് എന്ന് പറയുന്നത് whose members share the same relationship to the forces of production. ഇപ്പം ഉൽപാദനത്തിൽ സെയിം ഒരു അവസ്ഥയിലുള്ള അല്ലെങ്കിൽ സെയിം ജോലി ചെയ്യുന്ന ഒരു ആളുകളൊക്കെ ഒരേ ക്ലാസ്സിൽപ്പെട്ട ആളുകളാണെന്ന് നമുക്ക് പറയാൻ സാധിക്കും. ഇപ്പം അധ്യാപകരായിട്ടുള്ള ആളുകളെല്ലാം ഒരേ ക്ലാസ്സിൽപ്പെടുന്ന ആളുകൾ, അല്ലെങ്കിൽ പുരോഹിതന്മാരായിട്ടുള്ള അല്ലെങ്കിൽ വേദങ്ങൾ പഠിപ്പിക്കുന്ന ആളുകളെല്ലാം ഒരേ ക്ലാസ്സിൽപ്പെട്ട ആളുകൾ, അതുപോലെ തന്നെ തൊഴിലാളികളായിട്ടുള്ള അല്ലെങ്കിൽ ആ കൂലിപ്പണി ചെയ്യുന്ന ആളുകളൊക്കെ ഒരേ ക്ലാസ്സിൽപ്പെട്ട ആളുകൾ. ആ രീതിയിലാണ് ഒരേ തൊഴിൽ ചെയ്യുന്ന ആളുകളെ ഒരു വിഭാഗം ക്ലാസ് ആയിട്ട് പരിഗണിക്കാറുണ്ട് എന്നാണ് കേട്ടോ ഇവിടെ പറയുന്നത്. അല്ലാതെ എല്ലാ ജോലിക്കും അതിൻ്റെതായ പ്രാധാന്യവും അതുപോലെ തന്നെ നന്മയും മഹിമയും ഉണ്ട്. പക്ഷെ ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ക്ലാസ്സും ഒരേ വിഭാഗം ജോലി ചെയ്യുന്ന ആളുകളുമായിട്ട് ബന്ധപ്പെട്ടാണ് നിലനിൽക്കുന്നത്. ആ ഓരോ ജോലി ചെയ്യുന്ന ആളുകളുടെയും ക്ലാസ്സുകൾ ഡിഫറെന്റ് ആണെന്നാണ് പറയാം. അതുപോലെ തന്നെ ഇവിടെ റൂളിംഗ് ക്ലാസ് ഉണ്ട്, അതുപോലെ തന്നെ സബ്ജക്ട് ക്ലാസ് ഉണ്ടെന്നും പ്രത്യേകിച്ച് പറയുന്നുണ്ട്. അതും കൂടി ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളുക. The ruling class has control over the means of production and it is thus able to appropriate the labor of another class. They stay in hostile opposition due to their different interest. They are also dependents. The dialectics of class, therefore, is a result of the combination of dependence and opposition. The relationship between classes is a dynamic relationship which result in social change. This is why classes are central to Marx's approach to social transformation. In the Communist Manifesto, Marx wrote, അപ്പൊ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ എന്ന് പറയുന്നത് കാൾ മാർക്സിന്റെ ഒരു ബുക്കാണ് കേട്ടോ. അപ്പൊ അതുകൂടി ഒന്ന് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ. എപ്പോഴും നമുക്ക് ചിലപ്പോൾ ഇങ്ങനെ ഒരു വൺ വേർഡ് ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ കാൾ മാർക്സിനെ കുറിച്ച് ചോദിക്കുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് എഴുതി വെക്കാൻ പറ്റുന്ന ഒരു പോയിന്റ് കൂടിയാണ് കേട്ടോ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ എന്ന് പറയുന്നത്. കാൾ മാർക്സിന്റെ ഒരു ബുക്കാണെന്ന്. പിന്നെ അദ്ദേഹത്തെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം ഒരു കമ്മ്യൂണിസ്റ്റ് ആയിരുന്നു അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് വാദി ആയിരുന്നു എന്നുള്ള കാര്യം കൂടെ ഓർത്തിരിക്കാം. In the words, changes in the history of mankind are caused by the conflict of classes. Classes conflict is hence the engine of for social change. അതോടെ ഒന്ന് നോക്കുക. ക്ലാസസ് കോൺഫ്ലിക്റ്റ് ഈസ് ഹാൻസ് ദ എൻജിൻ ഓഫ് സോഷ്യൽ ചേഞ്ച്. സോഷ്യൽ ചേഞ്ച് അതായത് സാമൂഹിക മാറ്റത്തിന്റെ പ്രധാനപ്പെട്ട എൻജിൻ എന്ന് പറയുന്നത് ഈ വർഗ സമരങ്ങളാണ് എന്നാണ് പറയുക. വർഗ സമരങ്ങൾ ഈ ഒരു സോഷ്യൽ ചേഞ്ചിന് കാരണമാകുമെന്നാണ് ഇവിടെ പറയാം. കാരണം എന്താണ്? നമ്മുടെ ഈ ജാതി വ്യവസ്ഥയൊക്കെ നമ്മുടെ കേരളത്തിൽ ഒരുപാട് ഉണ്ടായിരുന്നു അല്ലെ. അപ്പൊ ഈ ജാതി വ്യവസ്ഥയിലൊക്കെ മാറ്റം വന്നത് ഓരോ സമരങ്ങളിലൂടെയാണ്. സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിലൊക്കെ ഒരുപാട് ആളുകൾ നമ്മുടെ അവകാശങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ താഴ്ന്ന ജാതിക്കാരുടെ അവകാശങ്ങൾക്ക് വേണ്ടിയും അവർക്ക് നീതി ലഭിക്കാൻ വേണ്ടിയിട്ടും ഒരുപാട് പ്രയത്നങ്ങൾ നടത്തിയിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നത്. കാരണം ബ്രാഹ്മണന്മാരായ ആളുകൾ താഴെ അതായത് കീഴ്ജാതിക്കാരെ അവരുടെ സ്ഥലങ്ങളിലേക്കോ അല്ലെങ്കിൽ അവരുടെ അടുത്ത് പോലും കൊണ്ടുവരാനായിട്ട് സാധിക്കില്ലായിരുന്നു. കാരണം അടുത്ത് നിന്നാൽ അവർ അശുദ്ധി പ്രാപിക്കുമെന്നുള്ള ഒരു ചിന്തയൊക്കെ ബ്രാഹ്മണന്മാർക്കുണ്ടായിരുന്നു. അതുപോലെ വിദ്യാഭ്യാസം നിഷേധിക്കപ്പെടുന്നവരായിരുന്നു കീഴ്ത്തട്ടിലുള്ള ആൾക്കാർ.
അതുകൂടാതെ അവർക്ക് വിദ്യാഭ്യാസത്തിനുള്ളതോ അല്ലെങ്കിൽ നല്ല രീതിയിൽ നല്ല ജോലി ചെയ്യുവാനുള്ള ഒരു അവസരം ലഭിച്ചിരുന്നില്ല. ഇതിനെല്ലാം മാറ്റങ്ങൾ ഉണ്ടായത് എങ്ങനെയാണ്? നമ്മൾക്ക് സ്വാതന്ത്ര്യ സമരത്തിൽ നമ്മൾ ഈ ഒരു നീചത്വങ്ങൾക്കെതിരെ സമരം ചെയ്തത് കൊണ്ടൊക്കെയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള സമരങ്ങളാണ് ഓരോ സാമൂഹിക മാറ്റങ്ങൾ ഉണ്ടാക്കുന്നത്. അതുകൊണ്ടാണ് പറയുന്നത് കളേഴ്സ് കോൺഫ്ലിക്ട്സ് എന്ന് പറയുന്നത് സോഷ്യൽ ചേഞ്ചിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ഉപാധിയാണ് എന്ന് ഇവിടെ പറയുക. അതുകൂടെ ഒന്ന് ഓർത്തിരുന്നോളുക. ഇനി ഗ്രോത്ത് ഓഫ് ക്ലാസ് ആണ് കേട്ടോ. അതായത് വർഗത്തിന്റെ വളർച്ചയെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അക്കോർഡിംഗ് ടു മാർക്സ്, വെസ്റ്റേൺ സൊസൈറ്റീസ് ഡെവലപ്പ് ത്രൂ ഫോർ മെയിൻ സ്റ്റേജസ്: പ്രിമിറ്റീവ് കമ്മ്യൂണിസം, ഏൻഷ്യന്റ് സൊസൈറ്റി, ഫ്യൂഡൽ സൊസൈറ്റി ആൻഡ് ക്യാപിറ്റലിസ്റ്റ് സൊസൈറ്റി. നമ്മൾ ഞാൻ ഈ ഒരു ഹെഡിങ് വൈസ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതെങ്കിൽ പോലും പ്രധാനമായിട്ടും കാൾ മാർക്സ് എന്നൊരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ കാൾ മാർക്സിനെ ചോദിച്ചുകൊണ്ട് അല്ലെങ്കിൽ കാൾ മാർക്സിന് എന്തെങ്കിലും രീതിയിൽ എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ ഓരോ ഹെഡിങ് വൈസ് പറയുന്ന കാര്യങ്ങളുടെ പ്രധാനപ്പെട്ട പോയിന്റ്സ് ഞാൻ പറയുന്നില്ലേ, ആ പോയിന്റ്സ് തന്നെ എഴുതി വെച്ചാൽ തന്നെ നമുക്കൊരു അത്യാവശ്യം മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ജസ്റ്റ് ഈ ഒരു പാരഗ്രാഫ് വൈസ് അതിന്റെ ഹെഡിങ്സ് നോക്കാതെ ജസ്റ്റ് ആ ഒരു കാൾ മാർക്സിന്റെ മാർക്സിയൻ അപ്രോച്ച് എന്ന് പറയുന്ന അല്ലെങ്കിൽ മാർക്സിയൻ തിയറി എന്ന് പറയുന്ന 3rd ചാപ്റ്ററിൽ നിന്ന് ഒരു ഹെഡിങ് ഇട്ടിട്ട് ഈ ഒരു പ്രധാനപ്പെട്ട ഒരു പോയിന്റ്സ് ഒക്കെ ഞാൻ പറയുന്നതൊന്ന് ജസ്റ്റ് നോട്ട് ചെയ്ത് വെച്ചാൽ മതി. പിന്നീട് നമുക്ക് വേണമെങ്കിൽ നമ്മുടെ ആ പോയിന്റ്സ് നമുക്ക് കുറച്ചുകൂടി വിശദമാക്കിയിട്ട് എക്സാമിന് എഴുതാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പൊ ഗ്രോത്ത് ഓഫ് ക്ലാസ് എന്ന് പറയുന്നത് അക്കോർഡിംഗ് ടു മാർക്സ്, വെസ്റ്റേൺ സൊസൈറ്റീസ് ഡെവലപ്ഡ് ത്രൂ 4 മെയിൻ സ്റ്റേജസ്. First one, primitive communism. Second one, ancient society. Third one, feudal society and capitalist society. Feudal society എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ഭൂമിയൊക്കെ കൈവശം വെച്ചിരിക്കുന്ന ആളുകളുടെ അവസ്ഥേനെയാണ് നമ്മൾ ഫ്യൂഡൽ സൊസൈറ്റി എന്ന് പറയുന്നത്. അതായത് ജന്മിത്ത സമ്പ്രദായത്തെയാണ് ഫ്യൂഡൽ സൊസൈറ്റി എന്ന് പറയാം. പക്ഷെ ക്യാപിറ്റലിസ്റ്റ് സൊസൈറ്റി എന്ന് പറയുന്നത് മുതലാളിത്ത സമൂഹത്തെയാണ് കേട്ടോ. പിന്നെ ഏൻഷ്യന്റ് എന്ന് പറയുന്നത് പഴയകാല സമൂഹമാണ്. പിന്നെ പ്രിമിറ്റീവ് കമ്മ്യൂണിസ്റ്റ് എന്ന് പറയുന്നത് പ്രാകൃതമായിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് രീതിയെ കുറിച്ചാണ് ഇവിടെ പറയാം. അപ്പോൾ ഈ 4 രീതികളുമാണ് നമ്മുടെ വെസ്റ്റേൺ സൊസൈറ്റിയിൽ ഡെവലപ്പ് ചെയ്തിട്ടുള്ള 4 സ്റ്റേജസ് എന്നായിട്ടാണ് ഇവിടെ പറയാം. Primitive communism had the societies of pre-history which were dependent on hunting and food gathering and they had no division of labor. First one എന്ന് പറയുന്നത് ഇപ്പൊ യൂറോപ്യൻ കൺട്രീസിലൊക്കെ അല്ലെങ്കിൽ വെസ്റ്റേൺ സൊസൈറ്റീസിൽ ആദ്യം ഉണ്ടായിട്ടുള്ളത് ഇത്തരത്തിലുള്ള പ്രിമിറ്റീവ് കമ്മ്യൂണിസം ആണ്. അതിൻ്റെ അകത്തെ പ്രധാന പ്രത്യേകത എന്ന് പറയുന്നത് ആളുകൾ എന്താണ്, വേട്ടയാടുന്നവരും അതുപോലെ തന്നെ ഭക്ഷണം ശേഖരിച്ച് കഴിക്കുന്നവരുമായിരിക്കും. ഇപ്പം നമ്മൾ മരങ്ങളിൽ നിന്നൊക്കെ വീഴുന്ന ഭക്ഷണമൊക്കെ ശേഖരിച്ച് അവര് ഭക്ഷണമാക്കാറുണ്ട്, കഴിക്കാറുണ്ട്. അതുപോലെ തന്നെ ഇപ്പം എന്തെങ്കിലും സാധനങ്ങൾ നമ്മൾ കൃഷി ചെയ്യുന്നതല്ലാതെ ഇപ്പൊ നമ്മുടെ പറമ്പിൽ തന്നെ നോക്കുകയാണെങ്കിൽ നമുക്ക് ചക്കയോ മാങ്ങയോ അതുപോലെ തന്നെ കപ്പയോ ഒക്കെ നമുക്ക് ചിലപ്പോൾ കിട്ടിയെന്ന് വരും, നമ്മൾ കൃഷി ചെയ്യാതെ തന്നെ സ്വാഭാവികമായിട്ട്. അപ്പൊ അതുപോലെയുള്ള സാധനങ്ങളൊക്കെ അവര് ശേഖരിച്ച് കഴിക്കുകയായിരുന്നു പണ്ട് കാലത്ത് ഉണ്ടായിരുന്നത്. അതാണ് പ്രിമിറ്റീവ് കമ്മ്യൂണിസത്തില് ആ ഒരു സമൂഹത്തിന്റെ പ്രത്യേകതയായിട്ട് ഇവിടെ പറയുന്നത്. ആ ഒരു സമൂഹത്തില് ഡിവിഷൻ ഓഫ് ലേബർ അല്ലെങ്കിൽ തൊഴിൽ വിഭജനമൊന്നും ഇല്ലായിരുന്നു എന്നാണ് പറയാം. ആഫ്റ്റർ ദാറ്റ് ഓൾ സൊസൈറ്റീസ് ആർ ഡിവൈഡ് ഇൻടു 2 മേജർ ക്ലാസസ്. അതിനുശേഷമാണ് സമൂഹത്തിലുള്ള എല്ലാവരും 2 വിഭാഗങ്ങളായിട്ട് തിരിക്കപ്പെട്ടത്. മാസ്റ്റേഴ്സ് ആൻഡ് സ്ലേവ്സ് ഇൻ ഏൻഷ്യന്റ് സൊസൈറ്റി. അപ്പം ഏൻഷ്യന്റ് സൊസൈറ്റിയില് മാസ്റ്റേഴ്സും അതുപോലെ തന്നെ സ്ലേവ്സ്, അതായത് ഉടമകളും അടിമകളും എന്ന രീതിയിൽ സമൂഹത്തെ തിരിക്കാനായിട്ട് തുടങ്ങി. അത് ഏതിന്റെ പ്രത്യേകതയാണ്? ഇത്തരത്തിലുള്ള ഏൻഷ്യന്റ് സൊസൈറ്റിയുടെ പ്രത്യേകതയാണ് കേട്ടോ. ആഫ്റ്റർ ദാറ്റ് ഓൾ സൊസൈറ്റീസ് ആർ ഡിവൈഡ് ഇൻടു 2 മേജർ ക്ലാസസ്, മാസ്റ്റേഴ്സ് ആൻഡ് സ്ലേവ്സ്. സ്ലേവ്സ് എന്ന് പറയുന്ന അടിമകൾ ഏൻഷ്യന്റ് സൊസൈറ്റി, ലാൻഡ് ലോർഡ്സ് ആൻഡ് സെർവ്സ് in feudal society and capitalist and wage labor in capitalist society. അതായത് ഫ്യൂഡൽ സൊസൈറ്റിയിൽ ഇപ്പൊ നമ്മൾ വെസ്റ്റേൺ സൊസൈറ്റിയിലെ ഫ്യൂഡൽ സൊസൈറ്റിയിലേക്ക് വരുമ്പോൾ അവിടെ ലാൻഡ് ലോർഡ്സ് ആരാണ്? ഭൂ ഉടമകളും അതുപോലെ തന്നെ അവർക്ക് നമ്മൾ എന്താണ് കപ്പം കൊടുക്കുകയും ഒക്കെ പാട്ടം കൊടുക്കുകയും ഒക്കെ ചെയ്തിരുന്നു. ആ രീതിയിലാണ് ഫ്യൂഡൽ സൊസൈറ്റി നിലനിന്നിരുന്നത്. ക്യാപിറ്റലിസ്റ്റ് സൊസൈറ്റി ആയപ്പോൾ അവിടെ ശമ്പളം അല്ലെങ്കിൽ വേജ് കൊടുക്കാൻ തുടങ്ങി. അതുപോലെ തന്നെ ലേബർ സിസ്റ്റം, തൊഴിലാളി വർഗങ്ങളുടെ ഒരു സിസ്റ്റം ഒക്കെ അവിടെ നിലനിൽക്കാനായിട്ട് തുടങ്ങി. സ്ലേവ് സെർവ്സ് ആൻഡ് വേജ് ലേബേഴ്സ് supplied the labor power needed for production during each historical approach. The dimension of one class over the other lead to class conflict. Changes in technology lead to improvement in productivity. It lead to further changes in the class structures as classes become obsolete with the rise in production techniques. Now new classes were formed
replacing the old classes which lead to further class conflict. According to Marx, class consciousness is an awareness of one's social and or economic class relative to other, as well as the understanding of the socio-economic rank of the class to which one belong to the കോണ്ടെക്സ്റ്റ് ഓഫ് ദ ലാർജ് സൊസൈറ്റി. അപ്പോൾ ഇത്തരത്തില് നമ്മൾ പറഞ്ഞു, ഇപ്പൊ പ്രധാനമായിട്ടും ഓർക്കുക, വെസ്റ്റേൺ സൊസൈറ്റിയിൽ പ്രധാനമായിട്ടും 4 ഘടകങ്ങൾ അല്ലെങ്കിൽ 4 സ്റ്റേജസിലൂടെയാണ് അവർ കടന്നു പോയിട്ടുള്ളത്. ഇപ്പൊ നമ്മുടെ സൊസൈറ്റീസ് അല്ലെങ്കിൽ വെസ്റ്റേൺ കൺട്രീസിലൊക്കെ ഉണ്ടായിട്ടുള്ള ഒരു സൊസൈറ്റി അല്ലെങ്കിൽ ഒരു സിസ്റ്റം എന്ന് പറയുന്നത് ക്യാപിറ്റലിസ്റ്റ് സൊസൈറ്റി ആണ്, അല്ലെങ്കിൽ ക്യാപിറ്റലിസ്റ്റ് സിസ്റ്റം ആണ് അവിടെ ഉള്ളത്. മുതലാളിത്ത വർഗ്ഗങ്ങളാണ് അല്ലെ അവിടെ ഉള്ളത്. കാരണം എല്ലാവരും കോർപ്പറേറ്റ് കമ്പനികളൊക്കെ ഉയർന്നു വന്നു. അതുപോലെ തന്നെ എല്ലാവരും വേതനത്തിന് ശമ്പളത്തിന് വേണ്ടി വർക്ക് ചെയ്യാനായിട്ട് തുടങ്ങി. അപ്പൊ ആ രീതിയിലുള്ള ഒരു സമൂഹത്തിലേക്ക് എത്തിപ്പെടുന്നതിന് മുമ്പ് പ്രധാനമായിട്ടും 3 സ്റ്റേജസിലൂടെ വെസ്റ്റേൺ കൺട്രീസ് കടന്നു പോയിട്ടുണ്ട്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് പ്രിമിറ്റീവ് കമ്മ്യൂണിസം ആണ്, സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ഏൻഷ്യന്റ് സൊസൈറ്റി ആണ്, തേർഡ് വൺ എന്ന് പറയുന്നത് ഫ്യൂഡൽ സൊസൈറ്റി ആണ്, അതിനുശേഷം ലാസ്റ്റ് ആണ് ക്യാപിറ്റലിസ്റ്റ് സൊസൈറ്റി വന്നത്. ഈ കാര്യങ്ങളൊന്നും ഓർത്തിരിക്കുക. മനസ്സിലായല്ലോ അല്ലെ? Besides, the class consciousness involves an understanding of the defining social and economic characteristics and the collective interest of one class within the contrast of the given social, economic, and political order. Class consciousness is a core feat of Marx's theory of class conflict, which focuses on the social, economic, and political relationship between workers and owners within a capitalist economy. അപ്പൊ ക്യാപിറ്റലിസ്റ്റ് ഇക്കണോമിയിൽ എന്താണ്? വർക്കേഴ്സും അതുപോലെ തന്നെ ഓണേഴ്സും തമ്മിലുള്ള ഒരു ബന്ധം മാത്രമേ ക്യാപിറ്റലിസ്റ്റ് സമൂഹങ്ങളിൽ ഉള്ളൂ. അത് നമ്മുടെ ഇപ്പോഴത്തെ സമൂഹത്തിന്റെ ഒരു പ്രത്യേകതയാണ് അല്ലെ? ശമ്പളം കൊടുക്കുന്നവരും ശമ്പളം വാങ്ങിക്കുന്നവരും തമ്മിൽ വലിയ ബന്ധമൊന്നും ഉണ്ടാവില്ല. അതുപോലെ തന്നെ അവരെ ഒരു താഴേക്കിടയിലുള്ള ആളുകളെ ആയിട്ടാണ് ശമ്പളം വാങ്ങിക്കുന്നവരെ നമ്മൾ കാണുന്നത് ഇപ്പോഴും. പക്ഷെ കാസ്റ്റ് സിസ്റ്റം ഒന്നും ഇല്ലെങ്കിലും ആ രീതിയിൽ തന്നെയാണ് ഇപ്പോഴും നമ്മുടെ ഒരു സമൂഹം കണക്കാക്കുന്നത് എന്നുള്ള കാര്യം ഓർത്തിരിക്കാം. The present was developed in conjunction with others' theory on how workers might overthrow the system of capitalism and then go on to create a new economic, social, and political system based on equality rather than inequality and exploitation. Marx noted that the advance of capitalist production develops a working class, which by education, trading, habit look upon the conditions of production as self-evident law of nature. In the ordinary run of things, labor can be left on to the natural law of production. With the development of class consciousness, the static nature of class relations changed into a dynamic knob. Without the class consciousness, the working is just in its relation to the capital and it is a class in itself. The working class which exists in this manner, noted Marx, it only a mass of individuals and is a mere class in itself. When it unites in struggle against capital, later form itself into a class for itself. The interest is defined, becomes class interest. Thus, class is a dynamic unit. It may be subject to change with the advance of technology. Class forms the basis of the stratification system is an society. Classes are related to the production process of each society. Changes in the class structure occur when there are changes in the production process. Thus, the system of stratification is society's development dependent on the relation of production. അപ്പോൾ അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മൾ എന്തൊക്കെയാണ് പറഞ്ഞത്. നമ്മൾ പ്രിമിറ്റീവ് കമ്മ്യൂണിസത്തെ കുറിച്ച് പറഞ്ഞു, ഏൻഷ്യന്റ് സൊസൈറ്റിനെ കുറിച്ച് പറഞ്ഞു, ഫ്യൂഡൽ സൊസൈറ്റിനെ കുറിച്ച് പറഞ്ഞു, ക്യാപിറ്റലിസ്റ്റ് സൊസൈറ്റിനെ കുറിച്ച് പറഞ്ഞു. ഇന്ന് നമ്മൾ നിലനിൽക്കുന്നത് ക്യാപിറ്റലിസ്റ്റ് സൊസൈറ്റിയിലാണ്. അതുപോലെ തന്നെ മുതലാളിത്ത വർഗമാണ് നമ്മളെ ഇന്ന് ഭരിക്കുന്നത്. നമ്മുടെ സർക്കാരിന് പോലും നമ്മുടെ ഒരു വ്യവസായ മുതലാളിമാരെ അവരുടെ ആശകൾ അല്ലെങ്കിൽ അവരുടെ ആഗ്രഹങ്ങളൊക്കെ നിറവേറ്റി കൊടുക്കേണ്ട ഒരു ആവശ്യകതയിലേക്ക് അല്ലെങ്കിൽ ആ ഒരു തലത്തിലേക്കാണ് നമ്മൾ ഇന്ന് സമൂഹം പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അതുകൂടാതെ തന്നെ നമ്മുടെ സോഷ്യൽ ക്ലാസിന്റെ സ്ട്രഗിളൊക്കെ എത്രത്തോളം കുറയ്ക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു പ്രൊഡക്ഷനുമായിട്ട് ബന്ധപ്പെട്ടാണ് നിൽക്കുന്നത്. ആളുകൾ തമ്മിലുള്ള ബന്ധം പോലും മുതലാളി തൊഴിലാളി ബന്ധം എന്ന രീതിയിലാണ് പലപ്പോഴും ഈ ഒരു മുതലാളിത്ത ക്യാപിറ്റലിസ്റ്റ് സൊസൈറ്റിയിൽ ആളുകൾ തമ്മിലുള്ള ബന്ധം നിലനിൽക്കുക. അതുകൂടാതെ അവർക്ക് ഇമോഷണലി ഒരു മുതലാളിയുമായിട്ട് യാതൊരു ബന്ധവും ഉണ്ടായിരിക്കില്ല. അവർക്ക് ആ ഒരു തൊഴിലിനോട് വലിയ രീതിയിലുള്ള അറ്റാച്ച്മെന്റ് ഉണ്ടായിരിക്കില്ല. ആ ഒരു രീതിയിലാണ് ഇപ്പോഴത്തെ മുതലാളിത്ത സമൂഹം നിലനിൽക്കുന്നത് എന്നുള്ള കാര്യം ഓർക്കുക.
പ്രധാനമായിട്ടും ഗ്രോത്ത് ഓഫ് ക്ലാസ് എന്ന് പറയുന്നത് ഒരു ക്ലാസ് എന്ന ഒരു വർഗം എന്ന ഒരു ആശയം ഉയർന്നു വന്ന ആ രീതിയെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അപ്പൊ അതിന്റെ 4 സ്റ്റേജസ് മാത്രം ഒന്ന് ഓർത്ത് വെക്കുക. അതിൽ നിന്ന് തന്നെ നമുക്ക് എലാബറേറ്റ് ചെയ്ത് നമുക്ക് എഴുതാനായിട്ട് സാധിക്കും കേട്ടോ. ഇനി അടുത്തതെന്ന് പറയുന്നത് മോഡ് ഓഫ് പ്രൊഡക്ഷൻ ആണ്. The mode of production determines the social, political, and religious features of society as well as the nature of class relations. Classes in society emerged from a particular mode of production. അപ്പോൾ അത് നോക്കി വെക്കുക. Classes in society emerged from a particular mode of production. For instance, high-level technology and capital compares the means of production in capitalist mode of production. It builds a system where in one section, the capitalists want the means of production and others, the workers do not. In the system of production, classes paralyze as they antagonize each other and their class identities such strengthened due to their common interest and common economic status. Inherent contradictions in the system lead to class. മോഡ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് എന്താ, ഉൽപാദനത്തെ സൂചിപ്പിക്കുന്ന ഒരു പദമാണ്. അതുപോലെ തന്നെ ഇതെന്ന് പറയുന്നത് ടെക്നോളജിയും ക്യാപിറ്റലിനെ അടിസ്ഥാനപ്പെടുത്തി ഈ ഒരു മോഡ് ഓഫ് പ്രൊഡക്ഷൻ വ്യത്യാസപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ഈ മോഡ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് ഈ പണ്ട് കാലഘട്ടത്തിൽ നമ്മൾ എല്ലാ ആളുകളും, അതായത് തൊഴിലാളികളെല്ലാം അവരവരുടെ കൈകൾ കൊണ്ട് മാത്രമേ ജോലികൾ ചെയ്തിരുന്നുള്ളൂ. യന്ത്രങ്ങളുടെ സഹായം ഉണ്ടായിരുന്നില്ല അല്ലെ. അപ്പോൾ പ്രൊഡക്ഷൻ എങ്ങനെയായിരുന്നു? വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ കൂടുതലായിട്ട് പ്രൊഡക്ഷൻ ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കുമായിരുന്നില്ല. എല്ലാ ആളുകൾക്കും വളരെയധികം 8-9 മണിക്കൂറൊക്കെ ജോലി ചെയ്യേണ്ടി ഒരവസ്ഥ ഉണ്ടായിരുന്നു. 10-12 മണിക്കൂറൊക്കെ അവര് ജോലി ചെയ്തിരുന്നു. ആ ഒരു രീതിയിൽ തൊഴിലാളികളെ കൊണ്ട് വളരെയധികം കഷ്ടപ്പെടുത്തി ജോലി ചെയ്യിച്ചിരുന്ന മുതലാളിമാരായിരുന്നു ആ ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നത്. പിന്നീട് വ്യവസായവൽക്കരണം ഒക്കെ വന്നതിന് ശേഷം ഒരുപാട് യന്ത്രങ്ങളൊക്കെ നമ്മുടെ തൊഴിലാളികളെ സഹായിക്കാനായിട്ടൊക്കെ തുടങ്ങി. അങ്ങനെ യന്ത്രങ്ങളുടെ സഹായത്തോടെ ഒരുപാട് ഗുണങ്ങൾ തൊഴിലാളികൾക്ക് ഉണ്ടായിട്ടുണ്ട്. അവരുടെ അധ്വാനം കുറഞ്ഞിട്ടുണ്ട്. അതുപോലെ റിസ്ക് ഉള്ള കാര്യങ്ങൾ ചെയ്യുന്നതിൽ നിന്ന് അവർക്കൊരു വിടുതൽ ലഭിച്ചിട്ടുണ്ട്. അതുകൂടാതെ എന്താണ്, അവർക്ക് അവരുടെ പ്രൊഡക്ഷൻ, അതായത് ഉൽപാദനം വർദ്ധിപ്പിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. കാരണം എന്താണ്, പെട്ടെന്ന് നമ്മൾ ഈ ഫാക്ടറീസിന്റെ ഒക്കെ വർക്ക് കണ്ടിട്ടുണ്ടോ, അല്ലെങ്കിൽ അതിന്റെ വീഡിയോസ് ഒക്കെ കണ്ടിട്ടുണ്ടോ? പടപടപടേന്ന് സാധനങ്ങൾ ഇങ്ങനെ, ഇപ്പം ഒരു ചിപ്സ് ഉണ്ടാക്കുന്ന കമ്പനി ആണെങ്കിൽ ചിപ്സ് ഇങ്ങനെ അരിയുന്നു, അതുപോലെ വറുക്കുന്നു, അത് ഇങ്ങനെ നല്ലത് നോക്കി മാറ്റുന്നു, അതുപോലെ തന്നെ അത് കവറിലാക്കുന്നു, സീൽ ചെയ്യുന്നു, ഉടനെ അത് പാക്കറ്റോടെ കൂടെ ഇങ്ങനെ വന്ന് വീഴുകയാണ്. എന്നിട്ട് അത് ജസ്റ്റ് ഒന്ന് പാക്ക് ചെയ്ത് വിട്ടാൽ മതി നമുക്ക്. അപ്പൊ അത്രയും എളുപ്പമാക്കിയിട്ടാണ് നമ്മുടെ ഈ ഒരു വ്യവസായവൽക്കരണത്തിനോടെയൊക്കെ കൂടെ നമ്മുടെ ഈ ഒരു പ്രൊഡക്ഷന് വർധനവുണ്ടായത്. അപ്പൊ അതൊക്കെ നമ്മുടെ മുതലാളിത്ത സമൂഹത്തെ കൂടുതൽ ബലവാന്മാരാക്കുകയും തൊഴിലാളികളുടെ ജോലി കൂടുതൽ നഷ്ടപ്പെടാനായിട്ട് കാരണമാവുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അതാണ് ഈ മോഡ് ഓഫ് പ്രൊഡക്ഷനിൽ ഉൾപ്പെടുന്നത്. പിന്നെ ഉള്ളത് ക്ലാസ് സ്ട്രഗിൾ ആണ്. ക്ലാസ് സ്ട്രഗിൾ എന്ന് പറയുന്നതും ഈ ഒരു വർഗ സമരത്തെയും അല്ലെങ്കിൽ വർഗ സംഘർഷത്തെയും ഒക്കെയാണ് കേട്ടോ ഉദ്ദേശിക്കുന്നത് ഇവിടെ. According to Marx, class struggle is a recurring feature in all societies and is inevitable because the ruling class sows the seeds of its own destruction. Exploitation makes the working class alienated from the system. A consciousness develops among the working class and subsequently they overthrow the system, leading to a new stage of social formation without any class. For Marx, the essential feature of social inequality is power. Society is divided into those who have it and those who do not, the oppressors and the oppressed. Those who want the means of production have the power to rule and oppress those who do not want it. ക്ലാസ് സ്ട്രഗിൾ എന്ന് പറയുന്നതും നമ്മുടെ ഈ ഒരു വർഗ സമരം എന്നൊക്കെ പറയുന്നത് ഈ ഒരു മുതലാളി വർഗങ്ങൾ നമ്മുടെ ഈ തൊഴിലാളികളെ വളരെയധികം ചൂഷണം ചെയ്തതിന്റെ ഫലമായിട്ടുണ്ടായ ചില ബുദ്ധിമുട്ടുകളിൽ നിന്നാണ് ഈ ക്ലാസ് സ്ട്രഗിൾ ഉണ്ടായത്. അതുപോലെ ഞാൻ പറഞ്ഞു 12 മണിക്കൂറും അതുപോലെ തന്നെ 11-10 മണിക്കൂറും ഒക്കെ തൊഴിലാളികളെ കൊണ്ട് ജോലി ചെയ്യിച്ചിരുന്നു. അതിനുശേഷം ഫ്രഞ്ച് വിപ്ലവം ഒക്കെ വന്നതിന് ശേഷം ആണ് പിന്നീട് 8 മണിക്കൂർ ജോലി, 8 മണിക്കൂർ വിശ്രമം, അങ്ങനെ ആ രീതിയിൽ നമ്മുടെ തൊഴിലാളികളുടെ വർക്കിംഗ് അവേഴ്സ് ഒക്കെ കുറച്ചത്. അപ്പൊ ആ രീതിയിൽ ഒരുപാട് മാറ്റങ്ങൾ അല്ലെങ്കിൽ ഒരുപാട് സ്ട്രഗിൾസ് ഈ ഒരു വർക്കിംഗ് ക്ലാസ്സസ്
നേരിടേണ്ടി വന്നിട്ടുണ്ട്. അതിൽ നിന്നാണ് ക്ലാസ് സ്ട്രഗിൾ ഉണ്ടായത്. അപ്പോൾ ക്ലാസ് സ്ട്രഗിളിലൂടെ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നും കൂടെ ഒന്ന് ഓർത്തിരിക്കാം. അതുകൂടാതെ നമ്മുടെ സമൂഹത്തിൽ എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടായി എന്നുള്ളത് എല്ലാം ഈ ഒരു നമ്മുടെ സമരങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയായിരിക്കുന്നത്. കാരണം നമ്മുടെ ഈ ഒരു അസമത്വങ്ങൾ അല്ലെങ്കിൽ ഈ തൊട്ടുകൂടായ്മ, തീണ്ടുകൂടായ്മ തുടങ്ങിയ അനാചാരങ്ങൾ കേരളത്തിൽ നിലനിന്നിരുന്ന ഇത്തരത്തിലുള്ള അനാചാരങ്ങൾക്കെതിരെ നമ്മൾ ശബ്ദമുയർത്തിയില്ലായിരുന്നെങ്കിൽ ഇന്നും ഈ ഒരു കാലഘട്ടത്തിൽ പോലും ഇത്തരത്തിലുള്ള വിവേചനങ്ങളും ഒക്കെ ഇന്നും ശക്തമായിട്ട് നിലനിന്നേനെ. പക്ഷേ നമ്മൾ അതിനെതിരെ ശക്തമായി പ്രതിരോധിച്ചുകൊണ്ടുമാണ് നമ്മുടെ ഭരണഘടനയിലൊക്കെ ഇതൊരു കുറ്റമായിട്ടും അതുപോലെ തന്നെ ആരും ഇത്തരത്തിലുള്ള വിവേചനം കാണിക്കാതിരിക്കാനൊക്കെയുള്ള ശക്തമായ റൂൾസ് ഒക്കെ കൊണ്ടുവന്നത്. അപ്പൊ ഈ ഓരോ സ്ട്രഗിൾസും അല്ലെങ്കിൽ ഓരോ സമരങ്ങളും ഓരോരോ പുതിയ ചേഞ്ചസ് സമൂഹത്തിൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. ആ ഒരു രീതിയിൽ ഓർത്തിരിക്കാം. ഇനി അടുത്തതെന്ന് പറയുന്നത് ക്ലാസ് കോൺഷ്യസ്നെസ് ഒക്കെയാണ്. എന്തൊക്കെയാണ് അതിൽ ഉൾപ്പെടുന്നത് നോക്കാം. ദ വേരിയബിൾസ് ഫോർ ദ ഫോർമേഷൻ ഓഫ് ക്ലാസ് കോൺഷ്യസ്നെസ് അക്കോർഡിംഗ് ടു മാക്സ് ആർ. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് അൺഈക്വൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇക്കണോമിക് റിവാർഡ്സ് റിസോഴ്സസ് ബിറ്റ്വീൻ ദ ടു ക്ലാസ്സസ്. അപ്പോൾ ഈ ക്ലാസ്സുകളിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ അല്ലെങ്കിൽ ക്ലാസ് കോൺഷ്യസ്നെസ് ഒക്കെ ഉണ്ടാവുന്നത്, കോൺസിക്വൻസസ് ഒക്കെ ഉണ്ടാകുന്നത്, അതിന്റെ പ്രത്യാഘാതങ്ങൾ, ക്ലാസ്സിൽ പ്രത്യാഘാതങ്ങളൊക്കെ ഉണ്ടാവുന്നത് ഈ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് അൺഈക്വൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇക്കണോമിക് റിവാർഡ്സ് ആണ്. അതായത് സാമ്പത്തികമായിട്ടുള്ള സമ്മാനങ്ങൾ അല്ലെങ്കിൽ സാമ്പത്തികമായിട്ടുള്ള ഓരോ റിസോഴ്സസ് ഒക്കെ അൺഈക്വൽ ആയിട്ട് അല്ലെങ്കിൽ തുല്യമല്ലാത്ത രീതിയിൽ സമൂഹത്തിനിടയിൽ വിതരണം ചെയ്യുന്നതൊക്കെ ഈ ക്ലാസ് കോൺസിക്വൻസസിന് അല്ലെങ്കിൽ ക്ലാസിന്റെ വർഗ പ്രത്യാഘാതങ്ങൾക്ക് കാരണമാകുന്ന ഒന്നാണ്. നമുക്കറിയാം, ഇപ്പൊ നമ്മൾ ജസ്റ്റ് വീട്ടിലെ കാര്യം തന്നെ ഒന്ന് ചിന്തിക്കാം. നമുക്ക് 2 മക്കളുണ്ടെന്ന് വിചാരിക്കുക. 2 മക്കൾക്കും നമ്മൾ ഒരാൾക്ക് വലിയ ഒരു 10 ബിസ്ക്കറ്റും ഒരാൾക്ക് 4 ബിസ്ക്കറ്റും കൊടുത്തു കഴിഞ്ഞാൽ അവിടെ അടി ഉണ്ടാവും അല്ലെ? ഉറപ്പായിട്ടും അടി ഉണ്ടാവും. ആ ഒരു രീതിയിൽ നമ്മുടെ സമൂഹത്തിലായിട്ട് നോക്കിക്കഴിഞ്ഞാൽ സമൂഹത്തിലെ എല്ലാ ആളുകൾക്കും പല രീതിയിൽ സാധനങ്ങൾ പ്രൊവൈഡ് ചെയ്യുമ്പോൾ അവിടെ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ അവർക്കുണ്ടാകുന്ന മാനസിക ബുദ്ധിമുട്ടുകളെല്ലാം ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളായിട്ട് അല്ലെങ്കിൽ പ്രത്യാഘാതങ്ങളായിട്ട് ഉടലെടുക്കുകയാണ് ഉണ്ടാവുക. അപ്പൊ ആ രീതിയിൽ പറയുകയാണെങ്കിൽ അൺഈക്വൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇക്കണോമിക് റിവാർഡ്സ് ആൻഡ് റിസോഴ്സസ് ബിറ്റ്വീൻ ദ ടു ക്ലാസ്സസ് എന്ന് പറയുന്നത് ക്ലാസ് കോൺസിക്വൻസസിന് പ്രധാനപ്പെട്ട ഒരു കാരണമാണ്. സെക്കൻഡ് എന്ന് പറയുന്നത് ഈസി കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ ദ മെമ്പേഴ്സ് ഓഫ് ദ സെയിം ക്ലാസ്. അതായത് ആളുകൾക്കിടയിൽ സെയിം ക്ലാസ് എന്ന് പറയുന്ന ഒരേ ജോലി ചെയ്യുന്ന ആളുകൾക്കിടയിൽ നമുക്ക് വളരെ പെട്ടെന്ന് സംസാരിക്കാനായിട്ട് അല്ലെങ്കിൽ അവരുടെ ആശയങ്ങൾ കൈമാറാനായിട്ട് സാധിക്കും. ഇതൊരു ക്ലാസ് കോൺസിക്വൻസസിന് കാരണമാകുന്ന കാര്യമാണ്. കാരണം നമ്മുടെ പ്രശ്നങ്ങളൊക്കെ നമ്മുടെ ഒരേ ക്ലാസ്സിൽപ്പെട്ട ആളുകൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പൊ അവരതനുസരിച്ച് തീരുമാനങ്ങൾ എടുക്കുകയും അതുപോലെ തന്നെ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരണം എന്ന് ആഗ്രഹിക്കുകയൊക്കെ ചെയ്യുന്നത് ഇത്തരത്തിലുള്ള ക്ലാസ് കോൺസിക്വൻസസിന് കാരണമാകുന്ന ഒരു കാര്യമാണ്. മൂന്നാമത്തേത് പറയുന്നത് ക്ലാസ് കോൺസിക്വൻസസ് ലീഡ്സ് ടു എ ഫീലിംഗ് ഓഫ് സോളിഡാരിറ്റി ആൻഡ് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ദെയർ ഹിസ്റ്റോറിക്കൽ റോൾ. അപ്പം ഈ ഒരു ക്ലാസ് കോൺസിക്വൻസസ് ഒക്കെ അവർക്കൊരു ചിന്ത അല്ലെങ്കിൽ അവർക്കൊരു വികാരം ഉണ്ടാക്കുന്നത് അവരുടെ ഹിസ്റ്റോറിക്കൽ റോളിനെയും അതുപോലെ തന്നെ സോളിഡാരിറ്റിനെയും ഒക്കെ അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്ന രീതിയിൽ അല്ലെങ്കിൽ അതിന് ചെയ്യാത്ത രീതിയിലുള്ള ഒരു ഫീലിങ്സ്, ഒരു വികാരം അവരിൽ ഉണ്ടാക്കുന്നു. ഇതും ക്ലാസ് കോൺസിക്വൻസസിന് കാരണമാകുന്ന ഒരു കാര്യമാണ്. അടുത്തത് ഡിസാറ്റിസ്ഫാക്ഷൻ ഓഫ് ദ വർക്കിംഗ് ക്ലാസ് ഓവർ ഇറ്റ്സ് ഇൻഎബിലിറ്റി ടു കൺട്രോൾ ദ ഇക്കണോമിക് റിസോഴ്സസ്. അടുത്തതെന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം ഡിസാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത് അവർക്ക് തൃപ്തിയില്ലാത്തൊരവസ്ഥ. ആർക്കാണ്? നമ്മുടെ വർക്കിംഗ് ക്ലാസ്സിന്, അതായത് തൊഴിലാളികളായ ആളുകൾക്ക് അവരുടെ സാമ്പത്തിക കാര്യങ്ങളിലും അല്ലെങ്കിൽ അവർക്ക് സാമ്പത്തികമായിട്ട് ഓരോ സാധനങ്ങളുടെ വില കൂടുമ്പോൾ അത് വാങ്ങിക്കാനുള്ള അവരുടെ ശേഷിക്കുറവൊക്കെ അവർക്കൊരു തൃപ്തിയില്ലാത്ത ഒരു അവസ്ഥ ഉണ്ടാക്കിയതും ഒക്കെ ഈ ഒരു ക്ലാസ് കോൺസിക്വൻസസ് അല്ലെങ്കിൽ വർഗ പ്രത്യാഘാതത്തിന് കാരണമായ ഒരു കാര്യമാണ്. ഇപ്പൊ നമുക്കറിയാം, നമ്മുടെ സമൂഹത്തിൽ തന്നെ ഒരു വിഭാഗം ആളുകളുടെ ഇടയിൽ ഒരുപാട് സമ്പത്തുണ്ടെന്ന് വിചാരിക്കാം. അപ്പോൾ ആളുകൾ ഇപ്പം ബാങ്കിന്റെ കാര്യം എടുക്കുക. നമുക്ക് ബാങ്കിൽ ലോൺ ഒക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ഒരു സൊസൈറ്റിയിൽ അല്ലെങ്കിൽ സമൂഹത്തില് പണപ്പെരുപ്പം കൂടുതലാണ് അല്ലെങ്കിൽ എല്ലാവരുടെയും കയ്യിൽ പണം ഉണ്ടെന്ന് പറഞ്ഞ് നമ്മുടെ കയ്യിൽ നിന്നും കൂടെ ബാങ്കിലേക്ക് കൂടുതൽ പലിശ ഈടാക്കാനായിട്ട് നോട്ടീസ് വരികയും അങ്ങനെ ചെയ്യുകയും ഒക്കെ ചെയ്യുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു സ്ട്രഗിൾ, ബുദ്ധിമുട്ട് കൂടുന്ന ഒരു സന്ദർഭം ഉണ്ടാകും അല്ലെ? കാരണം നമ്മുടെ കയ്യിൽ പണമില്ലാത്തൊരവസ്ഥ വരികയും അതേസമയം ആളുകളുടെ എല്ലാവരുടെയും കയ്യിൽ പണം ഉണ്ടെന്ന് പറഞ്ഞ് നമ്മുടെ കയ്യിൽ നിന്ന് കൂടുതൽ പണം ഈടാക്കുകയൊക്കെ ചെയ്യുമ്പോൾ ആ ഒരു രീതിയിൽ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാവാറുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും എല്ലാം അവരിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും അതൊരു വർഗ പ്രത്യാഘാതങ്ങൾക്ക് കാരണമാവുകയും ചെയ്യാറുണ്ട്. അതാണ് ഇവിടെ പറയുന്നത്. അതിന് ശേഷമുള്ളത് ഫോമിംഗ് ഓഫ് പൊളിറ്റിക്കൽ ഓർഗനൈസേഷൻ റിസൾട്ടിങ് ഫ്രം ക്ലാസ് കോൺസിക്വൻസസ്.
അതൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കേട്ടോ. ഫോമിംഗ് ഓഫ് പൊളിറ്റിക്കൽ ഓർഗനൈസേഷൻ റിസൾട്ടിങ് ഫ്രം ക്ലാസ് കോൺഷ്യസ്നസ്, അതും നമ്മുടെ ഒരു എന്താ വർഗ അല്ലെങ്കിൽ വർഗ ബോധവൽക്കരണത്തിനൊക്കെ കാരണമാകുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ രാഷ്ട്രീയപരമായ വർഗീകരണവും അതുപോലെ തന്നെ കൂടിച്ചേരലും ഒക്കെ ഇത്തരത്തിലുള്ള വർഗ ബോധത്തിന് ഒക്കെ കാരണമാകാറുണ്ട്. വർഗബോധത്തിനെ ഒക്കെ പ്രൊവോക്ക് ചെയ്യുന്ന കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. വർഗബോധത്തെ വർദ്ധിപ്പിക്കുന്നത് നമ്മുടെ ഈ ഒരു ഇക്കണോമിക് റിവാർഡ്സും അതുപോലെ റിസോഴ്സും ഒക്കെ പല രീതിയിൽ അൺഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നത് നമ്മുടെ വർഗബോധത്തെ വർദ്ധിപ്പിക്കും. അതുപോലെ തന്നെ early communication between the members of the same class, അതും നമ്മുടെ വർഗ ബോധത്തെ വർദ്ധിപ്പിക്കുന്ന ഒരു കാര്യമാണ്. അതുപോലെ തന്നെ ക്ലാസ് കോൺഷ്യസ്നസ് leading to a feeling of solidarity and understanding of their historical role, dissatisfaction of working class over its inability to control the economic resources, അതും ക്ലാസ് കോൺഷ്യസ് വർഗബോധത്തെ ഉത്തേജിപ്പിക്കുന്ന ഒരു കാര്യമാണ്. അടുത്തതെന്ന് പറയുന്നത് ഫോർമിംഗ് ഓഫ് പൊളിറ്റിക്കൽ ഓർഗനൈസേഷൻ റിസൾട്ടിങ് ഫ്രം ക്ലാസ് കോൺഷ്യസ്നസ്. ഇത്രയും കാര്യങ്ങളൊന്ന് ഓർത്തിരിക്കുക, കാരണം പ്രധാനപ്പെട്ടതാണ്. നമ്മുടെ ക്ലാസ്സിനെ കുറിച്ചൊക്കെ പറയുമ്പോൾ ക്ലാസ് കോൺഷ്യസ്നസിനെയൊക്കെ ഉദ്ദേശിക്കുമ്പോൾ അല്ലെങ്കിൽ അങ്ങനെ ഒരു ചോദ്യം വരുമ്പോൾ ഈ കുറച്ച് പോയിന്റ്സ് ഒക്കെ നമുക്ക് എഴുതി വെച്ചാൽ കൂടുതൽ മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അടുത്തതെന്ന് പറയുന്നത് ക്യാപിറ്റലിസ്റ്റ് ഇൻഡസ്ട്രിയൽ സൊസൈറ്റി ആണ്. അതായത് നമ്മുടെ ഇന്നത്തെ സമൂഹം ക്യാപിറ്റലിസ്റ്റ് സൊസൈറ്റി ആണെന്ന് നമ്മൾ പറഞ്ഞു അല്ലെ. കമ്മ്യൂണിസം ഒക്കെ നമുക്ക് വളരെയധികം കുറഞ്ഞ ചില രാജ്യങ്ങളിൽ മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ പല രാജ്യങ്ങളിലും, പല വികസിത രാജ്യങ്ങളിലും ഇപ്പോൾ ഉള്ളത് ക്യാപിറ്റലിസ്റ്റ് സൊസൈറ്റി ആണ്. അമേരിക്ക, അതുപോലെ തന്നെ ഓസ്ട്രേലിയ, ലണ്ടൻ തുടങ്ങിയ രാജ്യങ്ങളിലൊക്കെ തന്നെ ക്യാപിറ്റലിസ്റ്റ് സൊസൈറ്റി ആണ് ഇപ്പോഴും നിലനിൽക്കുന്നത്. According to Marx, there are two main classes, capitalist and the workers. These two classes become more and more homogeneous as the capitalism develops. The working class get divided into three distinct levels: unskilled, semi-skilled, skilled manual works with a divergent interest. Dahrendorf argues these classes will become more and more heterogeneous. According to Weber, the middle class expands with the development of capitalism in the 19th century. Marxists predicted in capitalist development the middle class would sink into the proletariat at a certain stage. But in 1950s and 1960s, sociologists suggested that just the opposite was happening. They found increasing number of manual workers entering the middle class. അപ്പോൾ ഇപ്പൊ ക്യാപിറ്റലിസ്റ്റ് അതുപോലെ ഇൻഡസ്ട്രിയൽ സൊസൈറ്റിനെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം നമ്മൾ പറഞ്ഞു ക്യാപിറ്റലിസ്റ്റ് സൊസൈറ്റി ഉണ്ട്, അതുപോലെ തന്നെ അതിൽ ആ ഒരു മെയിൻ ക്ലാസ്സസ് ആയിട്ട് ക്യാപിറ്റലിസ്റ്റ് അല്ലെങ്കിൽ ബ്യൂറോക്രസി ആയിട്ടുള്ള ആളുകൾ, അല്ലെങ്കിൽ റൂളിംഗ് സൊസൈറ്റി, റൂളിംഗ് കാസ്റ്റ് അല്ലെങ്കിൽ റൂളിംഗ് ക്ലാസ് ആയിട്ട് ഒരു വിഭാഗത്തെ നമ്മൾ ഉയർന്ന വിഭാഗമായിട്ട്, മുതലാളി വർഗമായിട്ട് കാണാറുണ്ട്. അതുപോലെ തന്നെ വർക്കിംഗ് ക്ലാസ് എന്ന് പറഞ്ഞ് രണ്ടാമത്തെ വിഭാഗമായിട്ട് അല്ലെങ്കിൽ തൊഴിലാളി വർഗത്തെ നമ്മൾ കാണിക്കാറുണ്ട്. അപ്പൊ അതുപോലെ തന്നെ ഈ ഒരു വർക്കിംഗ് ക്ലാസ്സിനെ നമ്മൾ ഭയങ്കര സ്കിൽഡ് ആയിട്ടുള്ള ആളുകൾ, അതുപോലെ തന്നെ സെമി സ്കിൽഡ് ആയിട്ടുള്ള ആളുകൾ, ഒരു കുഴപ്പമില്ലാത്ത കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആളുകൾ, അതുപോലെ തന്നെ തീരെ കഴിവില്ലാത്ത അല്ലെങ്കിൽ തീരെ അറിയാൻ പാടില്ലാത്ത ഒരു പറ്റം ആളുകൾ, അല്ലെങ്കിൽ നമ്മൾ ഇപ്പം ട്രെയിനികളാണെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ ജോലിക്ക് എടുക്കാറുണ്ട് അല്ലെ ചില ആളുകളെ. അപ്പൊ അതെന്ന് പറയുന്നത് എന്താണ്, സ്കില്ല് നമുക്ക് ആയിട്ടില്ല, ആവുന്നേ ഉള്ളൂ, ആ ഒരു രീതിയിലുള്ള ആളുകളാണ് ട്രെയിനികൾ. അതുപോലെ തന്നെ ജസ്റ്റ് ഒരു എന്താ, നമുക്കൊരു നമ്മുടെ ഒരു പെർമനന്റ് ആക്കുന്നതിന് മുമ്പ് ഒരു പീരീഡ് ഉണ്ടല്ലോ, സ്ഥിരമാകുന്നതിന് മുമ്പുള്ള ഒരു പീരീഡ് എന്ന് പറയുന്നത് സെമി സ്കിൽഡ് ആയിട്ടുള്ള ഒരു പീരീഡ് ആയിട്ട് നമ്മൾ കണക്കാക്കാം. അതുപോലെ തന്നെ നമുക്ക് സ്ഥിരമായിട്ട് ഒരു കമ്പനിയിൽ ജോലി കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ട്രെയിനിങ്ങും അതുപോലെ തന്നെ പീരീഡ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം ആ ഒരു സ്ഥിരമായിട്ട് നമുക്ക് ജോലി കയറി കഴിഞ്ഞാൽ നമ്മൾ സ്കിൽഡ് ആയിട്ടുള്ള ആളുകളായിട്ട് നമുക്ക് കണക്കാക്കാനായിട്ട് സാധിക്കും. അപ്പൊ ആ രീതിയിൽ ക്യാപിറ്റലിസ്റ്റ് സൊസൈറ്റിയിൽ സ്കിൽഡ് ആയിട്ടുള്ള ആളുകൾ വളരെയധികം കൂടുതലായിട്ട് അവർക്ക് ആവശ്യമായി വന്നു. അതുപോലെ തന്നെ സെമി സ്കിൽഡ് ആയിട്ടുള്ള ആളുകൾക്കും അതുപോലെ തന്നെ അൺസ്കിൽഡ് ആയിട്ടുള്ള ആളുകൾക്കും ഒക്കെ വളരെയധികം എമൗണ്ട് അല്ലെങ്കിൽ വേതനം കുറവായിരുന്നു ലഭിച്ചുകൊണ്ടിരുന്നത്. അതുപോലെ തന്നെ മിഡിൽ ക്ലാസ്സിലുള്ള ആളുകളും ഒക്കെ ഈ ഒരു ക്യാപിറ്റലിസ്റ്റ് സൊസൈറ്റി അല്ലെങ്കിൽ ക്യാപിറ്റലിസം വർദ്ധിപ്പിക്കാനായിട്ടൊക്കെ സഹായകമായിട്ടുള്ള ആളുകളാണ്. കുറെ ആളുകൾ മിഡിൽ ക്ലാസ്സിലേക്ക് ആളുകൾ ഈ ഒരു വർക്കിംഗ് ക്ലാസ്സിലേക്കൊക്കെ മാറാനായിട്ട് ഒക്കെ തുടങ്ങിയ ഒരു കാലഘട്ടവും കൂടിയാണ് ക്യാപിറ്റലിസ്റ്റ് സൊസൈറ്റി ഉണ്ടായിരുന്നത്. Clark Kerr argues that the advanced industrialization needs a highly educated, training and skilled workforce.
These were placed according to their values of skill in the market. Those whose skill were scarce on the market commanded high salaries and formed a separate class. Weber rejects the polarization of two classes and takes of middle class of white collar or skilled workers. Middle class expands as capitalism develops. He argues that modern nation state needs a rational bureaucratic setup which needs clerks and managers. Weber says for workers to change the entire system is not possible. For to attack any system, an ideological formula is essential. Uneducated people cannot bring about a revolution without an ideological setup. Thus, an intellectual class is essential. അതായത് നമുക്ക് സ്കില്ലായിട്ടുള്ള ആളുകളെ കൊണ്ട് മാത്രമേ നമുക്കൊരു മാറ്റങ്ങൾ കൊണ്ടുവരാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളുകൾക്ക് മാത്രമേ സമൂഹത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവരാനായിട്ട് സാധിക്കുള്ളൂ എന്ന് കാൾ മാർക്സ് പറഞ്ഞു. അതുകൂടാതെ നമ്മുടെ വർക്കിംഗ് ക്ലാസ്സസിൽ മിഡിൽ ക്ലാസ്സിലുള്ള ആളുകൾ കൂടുതൽ വർക്കിംഗ് ക്ലാസ്സിലേക്ക് മാറാനായിട്ടൊക്കെ ഒരു സാഹചര്യം ഒരുക്കിയിരുന്നു ഈ ഒരു ക്യാപിറ്റലിസ്റ്റ് സൊസൈറ്റിയിൽ എന്നുള്ള കാര്യം കൂടെ ഒന്ന് ഓർത്തിരിക്കുക. അതുപോലെ തന്നെ Weber rejects the polarization of two classes and takes of middle class of white collar or skilled workers. Middle class expands, the capitalism develops. He argues that modern nation state need a rational bureaucratic setup which needs clerks and മാനേജേഴ്സ്. അപ്പോൾ ഈ ഒരു മിഡിൽ ക്ലാസ്സിലുള്ള ആളുകൾ കൂടുതലും വർക്കിംഗ് ക്ലാസ്സിലേക്ക് വന്നു എന്ന് നമ്മൾ പറഞ്ഞു. അപ്പൊ ഈ വൈറ്റ് കോളർ ജോബ് എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവും അല്ലെ. വൈറ്റ് കോളർ ജോബ് എന്ന് പറയുന്നത് വളരെ മാന്യമായിട്ടുള്ള അല്ലെങ്കിൽ ഭയങ്കര ചെളി പറ്റാത്ത, ഉടുപ്പിൽ ചെളിയൊന്നും പറ്റാത്ത വളരെ ഓഫീസ് വർക്ക് പോലെയുള്ള ജോലികളെയാണ് നമ്മൾ വൈറ്റ് കോളർ ജോബ് എന്ന് പറയുക. അപ്പൊ ആ ഒരു ജോബിൽ നിന്ന് മാറിയവര് ഈ ഒരു ക്യാപിറ്റലിസ്റ്റ് സൊസൈറ്റിയിൽ വർക്കിംഗ് ക്ലാസ്സിലേക്ക് വന്നു. അതുപോലെ കൂടാതെ തന്നെ അവരിൽ പലരും ഈ ഒരു മാനേജർ തസ്തിക അതുപോലെ തന്നെ ക്ലർക്ക് ഒരു തസ്തികയിലേക്കൊക്കെ അവർ പ്രൊമോട്ട് ആയിട്ട് വരികയൊക്കെ ചെയ്തു. ഇനി ക്രിറ്റിസിസം ഓഫ് മാർക്സ് വ്യൂസ് ആണ്. അതായത് മാർക്സിന്റെ അദ്ദേഹത്തിന്റെ ചിന്തകളിലുണ്ടായ മാറ്റങ്ങൾ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ വിമർശനങ്ങൾ, അദ്ദേഹത്തിന്റെ ചിന്തകളോടുണ്ടായ വിമർശനങ്ങൾ ഏതൊക്കെയാണെന്ന്. ഇപ്പൊ എന്ത് തത്വമാണെങ്കിലും അതിന് നന്മയും ഉണ്ടാകും അല്ലെങ്കിൽ നല്ല കാര്യങ്ങൾ ഉണ്ടാവും, അതുപോലെ തന്നെ ആരെങ്കിലും അതിനെ വിമർശിച്ചിട്ടും ഉണ്ടാവും കേട്ടോ. അപ്പൊ ആ രീതിയിൽ നമുക്ക് വേണമെങ്കിൽ ഇപ്പൊ മാർക്സിയൻ ആണെങ്കിലും വെബേഴ്സ് തിയറി ഒക്കെ ആണെങ്കിൽ നമുക്ക് ആ രീതിയിൽ രണ്ട് രീതിയിൽ നമുക്ക് ആൻസേഴ്സ് എഴുതാൻ പറ്റും. അപ്പൊ കാൾ മാർക്സിന്റെ തിയറീസിനെ ആരൊക്കെയാണ് വിമർശിച്ചത്, അപ്പൊ ഏതൊക്കെ രീതിയിലാണ് ആ വിമർശനം കാൾ മാർക്സിനെ ഏറ്റെടുക്കേണ്ടി വന്നിട്ടുള്ളത് നോക്കാം. ഫസ്റ്റ് വൺ, ദ ഫോളോയിങ് ആർ സം ക്രിറ്റിസിസം അഗെയിൻസ്റ്റ് മാർക്സ് തിയറീസ്. മാർക്സ് ഡിഡ് നോട്ട് ഫോക്കസ് ഓൺ സോഷ്യൽ റിലേഷൻഷിപ്സ് ആൻഡ് ദ ഇൻഫ്ലുവൻസ് ഓഫ് നാഷണലിസം ആൻഡ് കോൺഫ്ലിക്ട് ബിറ്റ്വീൻ നേഷൻസ്. അതൊരു പ്രധാനപ്പെട്ട പോയിന്റ് ആണ് കേട്ടോ. അപ്പോൾ അദ്ദേഹത്തിന്റെ മാർക്സിയൻ വ്യൂവിൽ നമ്മൾ ക്യാപിറ്റലിസത്തെ കുറിച്ചും അതുപോലെ തന്നെ ഈ ക്യാപിറ്റലിസത്തിന് മുമ്പ് 4 സ്റ്റേജിലൂടെയാണ് നമ്മുടെ ഒരു വെസ്റ്റേൺ കൺട്രീസ് കടന്നു പോകുന്നത് എന്നുള്ള രീതിയിലൊക്കെ നമ്മൾ പറഞ്ഞു. അതുപോലെ തന്നെ ഡിവിഷൻ ഓഫ് ലേബറിനെ കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞു മാർക്സിയൻ തിയറിയിൽ. പക്ഷേ മാർക്സിയൻ തിയറിയിൽ അദ്ദേഹം സോഷ്യൽ റിലേഷൻഷിപ്പിനെ, അതായത് സാമൂഹിക ബന്ധങ്ങളെ കുറിച്ച് യാതൊരു വിധത്തിലുള്ള ഒരു മുൻകരുതലോ അല്ലെങ്കിൽ അതിനെ കുറിച്ചൊന്നും അദ്ദേഹം ഒരു രീതിയിലും പരാമർശിച്ചിട്ടില്ല. കാരണം എന്താണ്, മനുഷ്യൻ ഒരു സാമൂഹിക ജീവിയാണ്. സമൂഹത്തിലുള്ള ബന്ധങ്ങളൊക്കെ കാത്തു സൂക്ഷിക്കാനൊക്കെ മനുഷ്യന് വളരെയധികം അതൊക്കെ പ്രാധാന്യം കൽപ്പിക്കുന്ന ഒരാളും കൂടിയാണ് മനുഷ്യര്. പക്ഷേ മാർക്സിയൻ തിയറിയിൽ സോഷ്യൽ റിലേഷൻഷിപ്പിനെ കുറിച്ചൊന്നും പരാമർശിച്ചിട്ടില്ല. അതുപോലെ തന്നെ ഈ നാഷണലിസവും കോൺഫ്ലിക്ട് ബിറ്റ്വീൻ നേഷൻസും, നാഷണലിസം എന്ന് പറയുന്ന ദേശീയതയും അതുപോലെ തന്നെ രാജ്യങ്ങൾ തമ്മിലുള്ള സംഘർഷങ്ങളെ കുറിച്ചൊന്നും ഈ മാർക്സിയൻ തിയറിയിൽ പരാമർശിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു മാർക്സിയൻ തിയറിക്ക് ചില രീതിയിൽ വിമർശനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ട്. മനസ്സിലായല്ലോ അല്ലെ? അടുത്തെന്ന് പറയുന്നത് സെക്കൻഡ് ആയിട്ടുള്ള ഒരു വിമർശനം എന്ന് പറയുന്നത്, എവിഡൻസ് ഷോസ് ദ ക്യാപിറ്റലിസം ഹാസ് ക്രിയേറ്റഡ് കണ്ടീഷൻസ് വെയർ ദ വർക്കിംഗ് ക്ലാസ് ക്യാൻ നോ ലോങ്ങർ ബി റിഗാർഡഡ് ആസ് ടോട്ടലി aligned man's condition and has improved with the general standard of living and the expansion of social services and security of employment. അതും ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ക്യാപിറ്റലിസം എന്ന് പറയുന്നത് ക്രിയേറ്റഡ് കണ്ടീഷൻ വെയർ ദ വർക്കിംഗ് ക്ലാസ് ക്യാൻ നോ ലോങ്ങർ ബി റിഗാർഡഡ് ആസ് ടോട്ടലി എലൈറ്റഡ് മാൻസ് കണ്ടീഷൻ ഹാസ് ഇംപ്രൂവ്ഡ് വിത്ത് ദ ജനറൽ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗ് ആൻഡ് ദ എക്സ്പാൻഷൻ ഓഫ് സോഷ്യൽ സർവീസസ് ആൻഡ് സെക്യൂരിറ്റി ഓഫ് എംപ്ലോയ്മെന്റ്. അപ്പൊ ഈ ക്യാപിറ്റലിസത്തില് ഒരുപാട് തൊഴിലാളികൾ കഷ്ടത അനുഭവിച്ചു എന്നൊക്കെ നമ്മൾ പറഞ്ഞു. പക്ഷേ ആളുകളുടെ ഇടയിൽ
അവർക്ക് സ്ഥിരമായിട്ട് ഒരു വേതനം ലഭിക്കാനായിട്ട് തുടങ്ങിയ ഒരു കാലഘട്ടം കൂടിയായിരുന്നു ഇത്തരത്തിലുള്ള ക്യാപിറ്റലിസ്റ്റ് സൊസൈറ്റി എന്ന് പറയുന്നത്. കാരണം നമുക്ക് കൃഷിയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന വരുമാനം എന്ന് പറയുന്നത് സ്ഥിരമായിരിക്കില്ല. ചിലപ്പോൾ നമുക്ക് നല്ല വരുമാനം കിട്ടാം, ചിലപ്പോൾ കൃഷിനാശവും അല്ലെങ്കിൽ വെള്ളപ്പൊക്കവും അല്ലെങ്കിൽ വരൾച്ചയൊക്കെ കാരണം നമുക്ക് ചിലപ്പോൾ നമുക്ക് ആ ഒരു ലഭിക്കുന്ന തുക കുറയാനായിട്ട് സാധ്യതയുണ്ട്. പക്ഷേ ഈ ക്യാപിറ്റലിസം വന്നു കഴിഞ്ഞപ്പോൾ അതിന്റെ ദോഷവശങ്ങളെ കുറിച്ചൊക്കെ മാർക്സ് പറഞ്ഞു. പക്ഷെ അതിന്റെ ഗുണവശങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടില്ല. കാരണം എന്താണ്? ക്യാപിറ്റലിസ്റ്റിന്റെ ഗുണവശങ്ങൾ എന്ന് പറയുന്നത് അത് അവർക്ക് ജോബ് സെക്യൂരിറ്റി, അതായത് അവർക്ക് സ്ഥിര ജോലിയോ അല്ലെങ്കിൽ സ്ഥിരമായിട്ട് ഒരു വരുമാനം പ്രൊവൈഡ് ചെയ്യാനായിട്ട് ഈ ഒരു മുതലാളിത്ത സമൂഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ അൺഎംപ്ലോയ്മെന്റ്, തൊഴിലില്ലാത്ത അവസ്ഥ കുറയ്ക്കാനായിട്ട് കുറെ കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ അവർക്ക് വളരെ നല്ല രീതിയിൽ സോഷ്യൽ സർവീസ് ഒക്കെ അനുഭവിക്കാനും അതുപോലെ തന്നെ നല്ല രീതിയിൽ ജീവിക്കാനുള്ള ഒരു അവസരം ഈ ഒരു ക്യാപിറ്റലിസ്റ്റ് സമൂഹം കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതൊന്നും പറയാത്തത് ഒരു പോരായ്മയായിട്ടാണ് അല്ലെങ്കിൽ ഒരു വിമർശനമായിട്ടാണ് ഇവിടെ പറയുക. ഇനി തേർഡ് വൺ എന്ന് പറയുന്നത് ദ ഗ്രോത്ത് ഓഫ് ന്യൂ മിഡിൽ ക്ലാസ് contradicts the theory of polarization of classes. This new class compromising of workers, supervisors and managers introduced as important element of stratification, namely social prestige based on occupation, consumption and styles of living. The growth of new middle class contradicts the theory of polarization of classes. അതും ഒരു പ്രധാനപ്പെട്ട വിമർശനമാണ് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാൾ മാർക്സ് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞെങ്കിലും അദ്ദേഹം ഈ ഒരു ഇടയിലുള്ള അല്ലെങ്കിൽ മിഡിൽ ക്ലാസ് ആളുകളുടെ വർധനവിനെ കുറിച്ചൊന്നും കൃത്യമായിട്ട് പറഞ്ഞിട്ടില്ല. അവർക്ക് പണ്ടൊക്കെ ആളുകൾ ഒന്നെങ്കിൽ ഉയർന്ന മുതലാളി വർഗ്ഗങ്ങൾ അല്ലെങ്കിൽ താഴ്ന്ന വിഭാഗങ്ങളായിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷെ ക്യാപിറ്റലിസ്റ്റ് സൊസൈറ്റി വന്നപ്പോൾ മിഡിൽ ക്ലാസ് എന്ന് പറയുന്ന ഒരു വിഭാഗം ഉണ്ടാകാൻ തുടങ്ങി. അതായത് ആവശ്യത്തിന് പണമുണ്ട്, എന്നാൽ ഭയങ്കര ആർഭാടത്തിനുള്ള പണമില്ല. ആ രീതിയിൽ അത്യാവശ്യം തൊഴിലും അതുപോലെ തന്നെ ശമ്പളവും ഒക്കെ കിട്ടുന്ന ആളുകളെ ഒരു മിഡിൽ ക്ലാസ് ആയിട്ട് കണക്കാക്കാൻ തുടങ്ങി. അതുപോലെ തന്നെ മിഡിൽ ക്ലാസ് ആളുകളുടെ എണ്ണം കൂടാനായിട്ടൊക്കെ ഈ ഒരു ക്യാപിറ്റലിസം കാരണമായിട്ടുണ്ട്. ആ ഒരു കാര്യം കൂടെ മാർക്സ് പറഞ്ഞില്ല എന്നൊരു വിമർശനം ഇവിടെയുണ്ട്. അടുത്തതെന്ന് പറയുന്നത് സ്റ്റാറ്റസ് ഗ്രൂപ്പ് ബിക്കം മോർ ഇമ്പോർട്ടന്റ് ആസ് റാപ്പിഡ് റേറ്റ്സ് ഓഫ് മൊബിലിറ്റി പ്രസന്റ് ആൻഡ് പെർസിസ്റ്റൻസ് ഓഫ് ക്ലാസ് ഇൻ മാർക്സിയൻ സെൻസ്. അപ്പോൾ ഈ സ്റ്റാറ്റസ് ഗ്രൂപ്പിനൊക്കെ വന്നത് ഈ ഒരു മാർക്സിയൻ കാലഘട്ടത്തിലാണെന്ന് പറയാം. ഈ ഒരു ക്യാപിറ്റലിസ്റ്റ് കാലഘട്ടത്തിലാണ്. അതും മാർക്സ് പറഞ്ഞിട്ടില്ല. കാരണം സ്റ്റാറ്റസ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ഇപ്പം ഒരേ ജോലി ചെയ്യുന്ന ആളുകൾ അല്ലെങ്കിൽ ഒരേ ജീവിത നിലവാരം നിലനിർത്തുന്ന ആളുകളുടെ ആ ഒരു പദവിനെ പറയുന്നതാണ് കേട്ടോ സ്റ്റാറ്റസ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു മുതലാളിത്ത വർഗ്ഗമൊക്കെ വന്നപ്പോൾ ഒരേ ജോലി ചെയ്യുന്ന ആളുകൾ ഒരുപാടുണ്ടായി. അപ്പൊ ആ ഒരു ആളുകളുടെ ഇടയിൽ ഒരേ സ്റ്റാറ്റസ് അല്ലെങ്കിൽ ഒരേ ടൈപ്പ് ഓഫ് ലിവിങ് ആയിരിക്കും അവര് കൊണ്ടുപോവുക. അപ്പൊ അവരുടെ ആ സ്റ്റാറ്റസ് വർദ്ധിപ്പിക്കാനൊക്കെ ഈ ഒരു മുതലാളിത്ത വർഗത്തിന്റെ അല്ലെങ്കിൽ ക്യാപിറ്റലിസ്റ്റ് സൊസൈറ്റി വളർച്ചയ്ക്ക് കാരണമായിട്ടുണ്ട്. പക്ഷെ അതൊന്നും ഈ ഒരു കാൾ മാർക്സ് പറഞ്ഞില്ല. അതൊരു പോരായ്മയായിട്ടാണ് ഇവിടെ പറയുക. അടുത്തതെന്ന് പറയുന്നത് ക്ലാസ്സസ് ആർ നോട്ട് ഹോമോജനസ് ആസ് ദ വർക്കിംഗ് ക്ലാസ് റിമെയിൻസ് ഹൈലി ഡിഫറൻഷിയേറ്റ് ഇൻ ടേംസ് ഓഫ് സ്കിൽ ഓക്യുപ്പേഷൻ. അതുപോലെ തന്നെ വർക്കിംഗ് ക്ലാസ്സിൽപ്പെട്ട ആളുകൾ സ്കിൽ ഓക്യുപ്പേഷനിൽ ഉണ്ടാക്കുന്ന അവരുടെ പ്രാധാന്യം അല്ലെങ്കിൽ അവര് ആ ഒരു കാര്യത്തിൽ ഉണ്ടാക്കിയ പ്രാധാന്യത്തെ കുറിച്ചും ഒന്നും ഇവിടെ ഒരു കാൾ മാർക്സ് പറയുന്നില്ല. അതൊരു പോരായ്മയായിട്ടാണ് പറയുക. അപ്പം ഈ രീതിയിൽ കാൾ മാർക്സിന്റെ വ്യൂസിലുള്ള അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ അപ്രോച്ചിൽ അദ്ദേഹം തിയറിയിലുള്ള പോരായ്മകൾ എന്തൊക്കെയാണെന്ന് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. പിന്നെ ക്രിറ്റിസിസം ഓഫ് മാർക്സിയൻ വ്യൂസ് എന്നെങ്കിലും ഒന്ന് എഴുതി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ എക്സാം ഒക്കെ അടുക്കുമ്പോൾ ഗൂഗിളിലൊക്കെ തപ്പിക്കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടംപോലെ അതിൻ്റെയുള്ള ഞാൻ പറഞ്ഞത് കൂടാതെയുള്ള വേർഡ്സും കാര്യങ്ങളും ഒക്കെ പോയിന്റ്സും കിട്ടും. അപ്പൊ ആ ഒരു രീതിയിൽ നമുക്ക് വേണമെങ്കിൽ കൂടുതൽ കാര്യങ്ങൾ എക്സാമിന് എഴുതി വെക്കാനായിട്ട് കൂടെ സാധിക്കും കേട്ടോ. അപ്പൊ ക്രിറ്റിസിസവും നമ്മൾ പഠിക്കണം. അതുപോലെ തന്നെ മാർക്സിയൻ വ്യൂവിൽ സ്റ്റേജസും കാര്യങ്ങളും ഉണ്ട്. അതേപോലെ തന്നെ അദ്ദേഹത്തിന്റെ ഡിവിഷൻ ഓഫ് ലേബർ, ഈ കാര്യങ്ങളും കൂടെ ഒന്ന് പഠിക്കണം. ഇനി ഇത് ഈ ഒരു പാഠത്തിൽ നിന്ന് വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസിനെ കുറിച്ച് നമുക്കൊന്ന് ജസ്റ്റ് നോക്കാം. മാർക്സിയൻ ഐഡിയാസ് ഓൺ ഡിവിഷൻ ഓഫ് ലേബർ, അത് എപ്പോഴും ചോദിച്ച് കണ്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ചിലപ്പോൾ 2 മാർക്കിന് ചോദിക്കാം, ചിലപ്പോൾ 5 മാർക്കിന് ചോദിക്കാം. അപ്പൊ ഈ 5 മാർക്കിനൊക്കെ ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ ഈ ഡിവിഷൻ ഓഫ് ലേബർ എന്ന് പറയുന്ന ആ ഒരു പാരഗ്രാഫ് മാത്രം എഴുതി വെക്കാതെ ഇപ്പൊ വേണമെങ്കിൽ ക്രിറ്റിസിസം ഓഫ് മാർക്സിയൻ വ്യൂസ് എഴുതാം. നമുക്ക് വേണമെങ്കിൽ സ്റ്റേജസ് ഓഫ് മാർക്സിയൻ സൊസൈറ്റി എങ്ങനെയാണ് 4 സ്റ്റേജുകളിലൂടെ കടന്നു പോയത്, ആ രീതിയിലുള്ള മാർക്സിയൻ വ്യൂസ് ഒക്കെ നമുക്ക് ഈ ഒരു 5 മാർക്ക് ക്വസ്റ്റ്യൻ ഒക്കെ വരുമ്പോൾ എഴുതി വെക്കാനായിട്ട് സാധിക്കും. അപ്പം പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കൃത്യമായിട്ട് വായിച്ചു നോക്കിയതിനു ശേഷം ആൻസർ എഴുതിക്കൊള്ളുക. അതുകൂടാതെ കൂടുതൽ മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണെങ്കിൽ നമ്മൾ ആ ഒരു പാഠഭാഗത്തിൽ നിന്ന് പഠിച്ച കാര്യങ്ങളെല്ലാം തന്നെ അതിൽ ഉൾപ്പെടുത്തിയിട്ട് ആൻസർ എഴുതാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പൊ കൂടുതൽ മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും.
ഇനി ഇതിൽ നിന്ന് വന്നു കണ്ടുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് അപ്പൊ ഹൗ ഡിഡ് ദ നേഷൻ ഓഫ് പ്രൈവറ്റ് പ്രോപ്പർട്ടി എമേർജ്? എങ്ങനെയാണ് പ്രൈവറ്റ് പ്രോപ്പർട്ടി അല്ലെങ്കിൽ സ്വകാര്യ സ്വത്തുക്കളുടെ ഒക്കെ ഉത്ഭവം എങ്ങനെയായിരുന്നു എന്നുള്ള കാര്യം കൂടെ ഒന്ന് ഓർത്ത് വെക്കുക. എന്താണ് ആദ്യ കാലഘട്ടത്തിൽ നമ്മൾ ഹണ്ടിങ് ചെയ്യുന്നവർ അല്ലെങ്കിൽ വേട്ടയാടുന്നവരും അതുപോലെ തന്നെ ഭക്ഷണം ശേഖരിച്ച് കഴിക്കുന്നവരുമായിരുന്നു. അതിൽ നിന്ന് നമുക്ക് ആവശ്യത്തിന് ഭക്ഷണം ലഭിക്കാതെ വന്നപ്പോഴാണ് നമ്മൾ കൃഷിയിലേക്ക് തിരിഞ്ഞത്. കൃഷി ചെയ്ത് നമ്മൾ ആവശ്യത്തിന് പണം സമ്പാദിക്കാൻ അല്ലെങ്കിൽ ആവശ്യത്തിന് ഫുഡ് സമ്പാദിക്കാൻ തുടങ്ങിയപ്പോൾ മിച്ചമുള്ള ഭക്ഷണം നമ്മൾ ബാക്കിയുള്ളവർക്ക് കൊടുക്കാനായിട്ട് തുടങ്ങി. അതാണ് അപ്പം അവരിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ളത് മേടിക്കാൻ തുടങ്ങി. അത് ബാർട്ടർ സിസ്റ്റം എന്ന് അറിയപ്പെടുന്നു. അതുകൂടാതെ ആ ബാർട്ടർ സിസ്റ്റം ഒക്കെ കഴിഞ്ഞതിന് ശേഷം യഥാർത്ഥ മൂല്യം കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ പണം ഉപയോഗിച്ച് കൈമാറ്റങ്ങൾ നടത്താനായിട്ട് തുടങ്ങി. നമ്മൾ കൊടുക്കുന്ന സാധനങ്ങൾക്ക് അതേ രീതിയിലുള്ള പണത്തിന് തിരിച്ച് നമുക്ക് മൂല്യം നമ്മുടെ കൈകളിൽ വന്നു. അങ്ങനെ പണം സമ്പാദിക്കാനായിട്ട് തുടങ്ങിയപ്പോൾ നമ്മൾ പല രീതിയിലുള്ള സൊസൈറ്റീസ് ഉണ്ടാകാൻ തുടങ്ങി. ക്യാപിറ്റലിസ്റ്റ് സൊസൈറ്റിയും അതുപോലെ തന്നെ ഫ്യൂഡൽ സൊസൈറ്റിയും ഒക്കെ ആ ഒരു കാലഘട്ടത്തിൽ ഉടലെടുത്തതാണ്. അപ്പൊ അത് ആ ഒരു കാലഘട്ടത്തിലൂടെയാണ് ആ ഒരു കാലഘട്ടത്തിലാണ് നമുക്ക് ഈ പ്രൈവറ്റ് പ്രോപ്പർട്ടി ഒക്കെ ഉദയം കൊണ്ടത്. സ്വകാര്യ വസ്തുക്കളൊക്കെ ഉദയം കൊണ്ടത് ആ ഒരു കാലഘട്ടത്തിലാണെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. പിന്നെ ഫ്യൂഡൽ സിസ്റ്റം എന്താണെന്ന് ഡിക്ലൈൻ ചെയ്യാനായിട്ട് ലാൻഡ് ലോർഡ്സ് ഒക്കെ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഭൂ ഉടമകളുടെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ അടിയിൽ ആളുകൾ കർഷകര് ഭൂമി പാട്ടത്തിനടുത്ത് കൃഷി ചെയ്ത് അവർക്കൊരു നികുതി കൊടുത്തിരുന്ന ഒരു സമ്പ്രദായമായിരുന്നു ഫ്യൂഡൽ സിസ്റ്റത്തിലൊക്കെ ഉണ്ടായിരുന്നത്. അവർ വലിയ രീതിയിൽ നികുതി പണമൊക്കെ കർഷകരുടെ കയ്യിൽ നിന്ന് മേടിച്ചിരുന്നു. ആ രീതിയിൽ ഫ്യൂഡൽ സിസ്റ്റം എന്താണെന്നൊന്ന് മനസ്സിലാക്കി വെക്കുക. അപ്പൊ അങ്ങനെ ഒരു ചോദ്യം വന്നു കഴിഞ്ഞാൽ നമുക്ക് അതിനെ കൂടെ നല്ല രീതിയിൽ ആൻസർ ചെയ്താനായിട്ട് പറ്റും. പിന്നെ പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മേക്ക് എ ക്രിറ്റിക്കൽ അപ്രൈസൽ ഓഫ് മാർക്സിയൻ വ്യൂസ്. അപ്പൊ ക്രിറ്റിസിസം എന്ന് പറയുന്ന ഒരു വേർഡ്സ് മാർക്സിയൻ വ്യൂസിൽ എന്ന് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ ക്രിറ്റിസിസം ആണ് നമ്മൾ ഈ 5 കാര്യങ്ങൾ നേരത്തെ പറയുന്നത്. ഏതൊക്കെയായിരുന്നു? കാൾ മാർക്സ് ഡിവിഷൻ ഓഫ് ലേബറിന്റെ അല്ലെങ്കിൽ ഈ ഒരു ക്യാപിറ്റലിസത്തിന്റെ നല്ല കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല എന്ന് നമ്മൾ പറഞ്ഞു. അതുകൂടാതെ സോഷ്യൽ റിലേഷൻഷിപ്പിനെ കുറിച്ചും അതിന്റെ ഇൻഫ്ലുവൻസിനെ കുറിച്ചും നാഷണൽ കോൺഫ്ലിക്റ്റിനെ കുറിച്ചും ഒന്നും കാൾ മാർക്സ് പറഞ്ഞിട്ടില്ലെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ക്യാപിറ്റലിസം ഹാസ് ക്രിയേറ്റഡ് കണ്ടീഷൻ വെയർ ദ വർക്കിംഗ് ക്ലാസ് ക്യാൻ നോ ലോങ്ങർ ബി റിഗാർഡഡ് ആസ് ടോട്ടലി ഏലിയനേറ്റഡ്. അങ്ങനെയുള്ള രീതിയിലും വർക്കിംഗ് ക്ലാസ് ഒരു മുതലാളിത്ത വർഗത്തിൽ നിന്ന് തന്നെ വേറിട്ട ഒരു സമൂഹമായി മാറിപ്പോയി എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങളൊന്നും പറഞ്ഞില്ല എന്നുള്ളത് പറഞ്ഞു. അതുപോലെ തന്നെ ഒരു മിഡിൽ ക്ലാസിന്റെ അപ്രോച്ച് അല്ലെങ്കിൽ മിഡിൽ ക്ലാസിന്റെ ഉദയം കൊണ്ടത് കാര്യവും ഈ ഒരു മാർക്സിന്റെ വ്യൂവിൽ പറഞ്ഞിട്ടില്ല. അതൊരു ക്രിറ്റിസിസം ആയിട്ട് നമ്മൾ പറഞ്ഞിരുന്നു. പിന്നെ ഉള്ളത് റാപ്പിഡ് റേസ് ഓഫ് മൊബിലിറ്റി പ്രസന്റ് ബൈ ദ persistence of class in the Marxian sense. Classes are not homogeneous as their working classes remains highly differentiated in terms of skills and occupation. അപ്പൊ അതും കൂടെ ഈ ഒരു ക്രിറ്റിസിസം എഴുതുമ്പോഴത്തേനും ഒന്ന് നോക്കി വെക്കുക കേട്ടോ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു പാഠഭാഗത്തിൽ നിന്ന് 3rd ചാപ്റ്ററിൽ നിന്ന് നമുക്ക് പഠിത്തത്തിൽ വന്നിട്ടുള്ളത് കേട്ടോ. എക്സാമിന് ചോദിച്ചു കണ്ടുള്ളത് ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് പ്രധാനപ്പെട്ടായിട്ട് ചോദിച്ചു കണ്ടുള്ളത്. പിന്നെ ഡിസ്കസ് മാർക്സിയൻ തിയറി ഓഫ് സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാലും മാർക്സിന്റെ നമ്മുടെ എല്ലാ കാര്യങ്ങളും പഠിച്ച കാര്യങ്ങളെല്ലാം തന്നെ നമുക്ക് എഴുതി വെക്കാം കേട്ടോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിവിഷൻ ഓഫ് ലേബറും അതുപോലെ തന്നെ 4 സൊസൈറ്റീസും അദ്ദേഹത്തിന്റെ ഈ ഒരു ക്യാപിറ്റലിസ്റ്റ് സൊസൈറ്റിനെ കുറിച്ച് അദ്ദേഹം പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ എഴുതി വെക്കാം. അതുകൂടാതെ നമുക്ക് ക്രിറ്റിസിസം കൂടി എഴുതി വെക്കാനായിട്ട് സാധിക്കും. ആ രീതിയിൽ നമ്മൾ നമ്മുടെ കോമൺ സെൻസും കൂടെ യൂസ് ചെയ്ത് നമ്മൾ ആൻസേഴ്സ് എഴുതി കഴിഞ്ഞാൽ നല്ല സ്കോർ നമുക്ക് ഇതിൽ ഈ ഒരു പാഠത്തിൽ നമുക്ക് മേടിക്കാനായിട്ട് സാധിക്കും. ഇനി അടുത്ത ചാപ്റ്റർ എന്ന് പറയുന്നത് വെബേറിയൻ തിയറിയാണ്. കാൾ മാർക്സിനെ പോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു ആളാണ് മാക്സ് വെബർ എന്ന് പറയുന്നത്. അദ്ദേഹം ഒരു സോഷ്യോളജിസ്റ്റ് ആയിരുന്നു. മാക്സ് വെബർ മെയ്ഡ് ട്രെമൻഡസ് കോൺട്രിബ്യൂഷൻസ് ടു സോഷ്യോളജിക്കൽ തോട്ട്. അദ്ദേഹം സാമൂഹികമായ സാമൂഹ്യശാസ്ത്രപരമായ ചിന്താഗതികൾക്ക് ഒരുപാട് രീതിയിൽ സംഭാവനകൾ നൽകിയിട്ടുള്ള ഒരു വ്യക്തിയാണ് മാക്സ് വെബർ എന്ന് പറയുന്നത്. അപ്പൊ അദ്ദേഹത്തിന്റെ ചിന്താരീതികളെയും അദ്ദേഹത്തിന്റെ തിയറീസും ആണ് നമ്മൾ നെക്സ്റ്റ് ചാപ്റ്ററിൽ ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാൻ പോകുന്നത്. He recognized economic aspects of stratification unlike Marx, who used to on the working classes and looked at social development from their point of view. Weber's focus on the role of the proponent classes. Weber in thus lead by the Burgeonis Marx in the chapter. We shall discuss these views on stratification and then compare and stands with Weber. അപ്പോൾ അദ്ദേഹത്തിന്റെ തിയറീസ്, അദ്ദേഹത്തിന്റെ കുറച്ച് കാര്യങ്ങൾ സ്ട്രാറ്റിഫിക്കേഷനെ കുറിച്ചൊക്കെ വെബർ പറഞ്ഞ എന്താണെന്നാണ് ഇവിടെ ഉള്ളത്. പിന്നെ ലൈഫ് ചേഞ്ചസും അതുപോലെ തന്നെ
സിമിലാരിറ്റീസ് ആൻഡ് ഡിഫറൻസസ് ബിറ്റ്വീൻ മാക്സ് ആൻഡ് വെബർ, അതും ഒരു പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ പവർ, സ്റ്റാറ്റസ്, ഈ കാര്യങ്ങളെ കുറിച്ചൊക്കെ മാക്സ് വെബറും കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതൊക്കെ നമുക്ക് ഇനി നെക്സ്റ്റ് ചാപ്റ്ററിൽ, നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് പഠിക്കാം കേട്ടോ, വിശദമായിട്ട്. അപ്പൊ നമ്മൾ ഇന്ന് പഠിച്ചത് ഒന്ന് കൃത്യമായിട്ടൊന്ന് മനസ്സിലേക്ക് കൊണ്ടുവരിക. മാക്സിയൻ അപ്രോച്ചിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. കാൾ മാക്സ് എന്ന് പറയുന്നത് വളരെ നല്ലൊരു സോഷ്യോളജിസ്റ്റ് ആയിരുന്നു എന്നുള്ള കാര്യം ഓർക്കുക. അദ്ദേഹം ഒരുപാട് സംഭാവനകൾ നൽകിയിട്ടുണ്ടെന്നുള്ള കാര്യം ഓർക്കുക. അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട പുസ്തകങ്ങൾ, പ്രത്യേകിച്ച് കമ്മ്യൂണിസവുമായിട്ട് ബന്ധപ്പെട്ട നിരവധി പുസ്തകങ്ങൾ അദ്ദേഹം രചിച്ചിട്ടുണ്ട്. അപ്പൊ അത് ഏതൊക്കെയാണെന്ന് ജസ്റ്റ് ഒന്ന് നോക്കി വെക്കുക. പിന്നെ ഈ 4 സ്റ്റേജുകളിലൂടെയാണ് ഈ ഒരു പാശ്ചാത്യ സമൂഹം കടന്നുപോയെന്നുള്ള കാര്യം കൂടെ ഓർത്ത് വെക്കുക. ഏൻഷ്യന്റ് സൊസൈറ്റി ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ ഫ്യൂഡൽ സൊസൈറ്റിയും ക്യാപിറ്റലിസ്റ്റ് സൊസൈറ്റിയിലൂടെയൊക്കെയാണ് ഒരു പാശ്ചാത്യ സമൂഹം കടന്നു പോയതെന്നൊക്കെ മാർക്സിയൻ അപ്രോച്ചിൽ നമ്മൾ കണ്ടതാണ്. അപ്പൊ അതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക. ഓക്കെ, ഒന്ന് പഠിച്ചിട്ടും കൂടെ പോരാ കേട്ടോ. ഓക്കെ, താങ്ക് യു. ഇപ്പൊ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ അല്ലെ? ഓക്കെ, ഒന്ന് ജസ്റ്റ് വായിച്ചു നോക്കുക കേട്ടോ. എന്നിട്ട് എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, ക്ലിയർ ആണല്ലോ അല്ലെ? എഴുതി ഇപ്പൊ പറഞ്ഞതെല്ലാം ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അപ്പൊ നോക്കിയിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളുണ്ടെങ്കിൽ നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.